السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുപോലെ ഇൽമ അന്വേഷിക്കുന്ന സമയത്ത്, ഇൽമ പഠിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഉണർത്താനുള്ളൊരു ക്ലാസ്സാണ്. നമ്മളിത് ആദ്യമായി ഇത് തിരഞ്ഞെടുക്കാൻ കാരണം, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ നേരത്തെ തീരുമാനിച്ചതുപോലെ ദീനിയായ ചില വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൽമ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും, ഇത് യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി എടുത്തു വച്ചൊരു കാര്യമാണ്. അപ്പം അത് നിങ്ങൾക്ക് കൂടി വായിച്ച് തരുന്നു എന്ന് മാത്രം. ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇത് ചുരുങ്ങിയ രൂപത്തിൽ റിയാദിലുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ റൈസ് റൈസ് ഹഫിളുല്ലാ, അദ്ദേഹം വളരെ മുൻപ്, ഒരു 10-17 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയൊരു മുഹാദറ ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തഫ്രീഖായി അദ്ദേഹം അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ബുക്കായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. വളരെയധികം ഉപകാരമുള്ള കാര്യമായി തോന്നി, വളരെ പ്രധാനപ്പെട്ട കാര്യമായി തോന്നി. അദ്ദേഹം അതിന് പേര് നൽകിയത് മുഹിമ്മാത്തുൻ ഫി തൊലബിൽ ഇൽം എന്നാണ്. ഇൽമു പഠിക്കുന്ന ആളുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആദ്യമായി വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം അത് നാളെ നമുക്ക് സാക്ഷിയാകുന്ന ഒരു ഇരുത്തമായി മാറ്റി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൽമ്, നമ്മൾ ഫദ്ലുൽ ഇൽമിനെ കുറിച്ചിട്ടൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഇൽമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും, ഇൽമിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, എല്ലാ ഇൽമും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമു ശറഅ് മാത്രമാണ്. അതായത് ശരീഅത്തിൻ്റെ ഇൽമു മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പുകഴ്ത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പുകഴ്ത്തി പറഞ്ഞത്. അത് ശരീഅത്തിൻ്റെ ഇൽമു മാത്രമാണ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമുക്കതൊരു പുതിയൊരു കാര്യമായിരിക്കുകയില്ല. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള അദീബുകളായ സാഹിത്യകാരന്മാരായ ആളുകളൊക്കെ പലപ്പോഴും അവരുടേതായ ഇൽമുകൾ പ്രചരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ എടുത്ത് പറയുന്നത് കാണാം. അവരുടെ ഫിലോസഫിയും അവരുടെ സാഹിത്യവും അങ്ങനെയുള്ള ഇൽമിനൊക്കെ അവർ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയൊക്കെ ആയത്തുകളൊക്കെ വെച്ചിട്ട് ഇൽമിന് ഖുർആനിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഏതുപോലെ ഒരു പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന ഭൗതികമായ അറിവാണ്, അത് തെറ്റാണ്, അത് പഠിക്കാൻ പാടില്ല എന്നതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ ഹദീസിൽ വന്ന ഇൽമിനെക്കുറിച്ച് ഒക്കെയുള്ള ഫദലുകളൊക്കെ അത് ഉണർത്തുന്നതൊക്കെ കാണും. ഒരിക്കലും ശരീഅത്തിൻ്റെ ഇൽമല്ലാതെ മറ്റൊരു ഇൽമിനെയും ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം പറഞ്ഞതുപോലെ മറ്റുള്ള ഇൽമൊന്നും പാടില്ല എന്നോ അതിന് യാതൊരു ഉപകാരമില്ല എന്നോ അല്ല. പക്ഷേ പുകഴ്ത്തി പറയപ്പെട്ട മുഴുവൻ ഇൽമും അത് ശരീഅത്തിൻ്റെ ദീനിൻ്റെ ഇൽമു മാത്രമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ കൊടുത്തൊരു ബൈത്ത് ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൽമിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു ഖാല സഹാബത്തുഹും ദുൽ ഇർഫാനി. ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാര്യമാണ്, അതുപോലെ സഹാബത്ത് പറഞ്ഞ കാര്യമാണ്. ഹും ദൗൽ ഇർഫാൻ, അവരാണ് അഹ്ലുൽ മഅരിഫ, അറിവിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് സഹാബത്താണ്. ഇവിടെ അള്ളാഹു തആല പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ഖുർആനിലുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ഹദീസിലുള്ള കാര്യമാണ്. പിന്നെന്താണ് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്? അത് സഹാബികളുടെ ഇജ്മാ ആണ്. സഹാബികളൊരു വിഷയത്തിൽ ഇജ്മായിലായാൽ, സഹാബത്തിന് ഏകഭിപ്രായത്തിലൊരു വിഷയം വന്നാൽ അത് തെളിവാണ്, ദീനിലെ തെളിവാണ്, ദീനിൽ അത് തെളിവാണ്. ഇനി ഒരു സഹാബിയാണ് ഒരു വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് എങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നിരുപാധികം അങ്ങനെ സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞു സഹാബികൾ
അവരിൽ ഒരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാം, നിരുപാധികമായി സ്വീകരിക്കാം എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, അതാണ് ഏറ്റവും ശരിയ അഭിപ്രായമായി പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്, ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയും അതിനെതിരായി ഒരായത്തോ ഹദീസോ ഇല്ല, മറ്റൊരു സഹാബിയുടെ അഭിപ്രായവും ഇല്ല എങ്കിൽ അത് ഹുജ്ജത്താണ്. ഖൗലു സഹാബി ഹുജ്ജ, സഹാബിയുടെ സംസാരം അത് ഹുജ്ജത്താണ്, ദീനിൽ തെളിവാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇതുപോലൊരു വിഷയത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ് ഇന്ന കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായി നമുക്കൊരു അസർ സ്ഥിരപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതിനെതിരായി മറ്റൊരു സഹാബിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിനെതിരായി ഖുർആനിലും ഹദീസിലും ഒരു കാര്യവുമില്ല. ഖുർആനിലും ഹദീസിലും നേർക്കുനേരെ പറയാത്തൊരു വിഷയമായിരിക്കും ഒരു സഹാബി അത് പറയുകയാണ്, ഇത് ഇങ്ങനെയാണ് ആ വിഷയത്തിൻ്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരു സഹാബിയും അതിനെതിരായിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കുക, അത് ദീനിൽ തെളിവാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു ഖാല സ്വഹാബത്തുഹും ദവുൽ ഇർഫാനി മൽ ഇൽമു നസ്ബക ലിൽ ഖിലാഫി സഫാഹതൻ ബൈന റസൂലി വബൈന റഈ ഫുലാനി. ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇൽമെന്ന് പറഞ്ഞാൽ ഇത് ചില ആളുകൾ വിഡ്ഢികളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവ് ഒരു ഭാഗത്ത് വരുമ്പോൾ ഏതെങ്കിലും റഈ ഫുലാൻ എന്ന വ്യക്തി, ഏതെങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞ റഈ ഫഖീഹ്, ഏതെങ്കിലും ഒരു ഫഖീഹ് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹദീസിൽ ഇങ്ങനെയാണുള്ളത് എങ്കിൽ അതിന് ഹദീസിനെതിരായിക്കൊണ്ട് ഈ വാക്കുകൾ സ്വീകരിക്കുക, അതല്ല ഇൽമ്. അങ്ങനെ ഇൽമ് എന്ന് പറഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. മദ്ഹബിനോടുള്ള അങ്ങനെയുള്ള തഅസ്സുബുകൾ, പക്ഷപാതിത്വങ്ങൾ കാരണം ഹദീസിൽ വളരെ വ്യക്തമായി ഇന്നതാണ്, ആയത്തിൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് മദ്ഹബിലെ കിതാബുകളിൽ ഇങ്ങനെയാണ്, ഇമാമുമാർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിനെ തർക്കിക്കാൻ, ഹദീസിനെതിരെ ഈ ഇമാമിൻ്റെ കൗലിനെ വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ ഇമാമിൻ്റെ കൗലിനോട് ഒപ്പിക്കാൻ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊന്നും ഇൽമല്ല. അദ്ദേഹം അതൊരു മറുപടിയും കൂടി പറഞ്ഞതാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അത് നീ പറയുന്ന തെളിവ് അള്ളാഹുവും റസൂലും സ്വഹാബത്തും പറഞ്ഞ, നേരത്തെ വിശദീകരണം പറഞ്ഞതുപോലെ സ്വഹാബത്തും പറഞ്ഞ കാര്യങ്ങൾ, അതാണ് ഇൽമ്. അതല്ലാതെ ഏത് വലിയ പണ്ഡിതൻ പറഞ്ഞാലും അത് ഇൽമെന്ന് പറയാൻ സാധിക്കുകയില്ല. അത് ഖുർആനിനോടും സുന്നത്തിനോടും സഹാബത്തിൻ്റെ കൗലിനോടും യോജിച്ചു വരുമ്പോൾ മാത്രമാണ് അതിനെ ഇൽമായി, അറിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൽമെന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഇൽമിനെ കുറിച്ചിട്ടുള്ള ശ്രേഷ്ഠതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഇൽമെന്നുള്ളൊരു നിർവചനം തുടക്കത്തിൽ പറഞ്ഞത്. ഇനി സഹോദരങ്ങൾ, ചില ആമുഖമായി പ്രധാനപ്പെട്ട ചില മസലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇൽമ് പഠിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്. നമ്മളപ്പോൾ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തിൻ്റെ വിധി എന്നാണ്. ദീനിൽ എല്ലാ കാര്യത്തിനും വിധിയുണ്ട്. ദീനിൽ ഏതൊരു കാര്യത്തിനും അതിനൊരു വിധിയുണ്ട്. അത് വാജിബായിരിക്കും, മുസ്തഹബായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും, അല്ലെങ്കിൽ ഹറാമായിരിക്കും, അല്ലെങ്കിൽ മുബാഹായിരിക്കും. ഇങ്ങനെ 5 വിധികൾ ദീനിൽ ഏതൊരു കാര്യത്തിനും ഉണ്ടാവും. നമ്മൾ ഏതൊരു കാര്യത്തിനും ദീനിലൊരു ഈ ഒരു വിധി ഇല്ലാതിരിക്കുകയില്ല. ഏതൊരു കാര്യത്തിനും നിസ്കാരം, അതിൻ്റെ വിധി വാജിബാണ്. അതിനുശേഷം നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, അത് മുസ്തഹബാണ്. ഇശാക്ക് ശേഷം ഒരാവശ്യമില്ലാതെ വെറുതെ സംസാരിച്ചിരിക്കുക, ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല, വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇശാക്ക് ശേഷം സംസാരിച്ചിരിക്കുക, കറാഹത്താണ്. ഇനി ഹറാമായ കാര്യങ്ങളുണ്ട്, നിസ്കാരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമായ കാര്യങ്ങൾ, അതൊക്കെ ഹറാമാണ്. അതുപോലെ മുബാഹായ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഏതൊരു വിഷയം എടുത്താലും 5 ഹുക്കും അതിനുണ്ടാകും. അപ്പോൾ ദീനിയായ വിജ്ഞാനം പഠിക്കുക എന്നതിൻ്റെ ഹുക്കും എന്താണ്? പണ്ഡിതന്മാർ അത് 2 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന് അൽ ഇൽമുൽ വാജിബ്. ഇൽമ്, എല്ലാ ഇൽമിനും ഒരൊറ്റ ഹുക്കും പറയാൻ സാധിക്കുകയില്ല. ദീനിയായ ഇൽമിൻ്റെ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഹുക്കുമല്ല, 2 ഹുക്കും അതിനുണ്ട്. ഒന്ന് വാജിബായ ഇൽമുണ്ട്, അൽ ഇൽമുൽ വാജിബ്, വാജിബായ ഇൽമുണ്ട്. അഥവാ ഇൽമിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കാര്യമാണ്. ആ വാജിബായ ഇൽമിനെ തന്നെ പണ്ഡിതന്മാർ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. വാജിബായ നിർബന്ധമായ ഇൽമിനെ പണ്ഡിതന്മാർ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വാജിബായ കാര്യമാണ്. ഇതിൽ ഒഴിവായ ഒരാളുമില്ല. ഒരാൾ ബുദ്ധിയുള്ള ആക്കിലാണ്, മന്ദബുദ്ധിയല്ല, ആക്കിലാണ്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, മുസ്ലിമായൊരു വ്യക്തി ഇങ്ങനെ ആക്കിലും ബാലികുമായാലാണ് അവന് മുക്കല്ലഫ് എന്ന് പറയുക. അതായത് ദീനീ നിയമങ്ങൾ ബാധകമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആയ മുഴുവൻ ആണിനും പെണ്ണിനും നിർബന്ധമായ കാര്യങ്ങൾ ദീനിലുണ്ട്. അത് പഠിക്കുക എന്നുള്ളത് മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണ്. ഏതുപോലെ ഉസൂലുൽ ഇഅ്തിഖാദ്, ദീനിൻ്റെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതുപോലെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം, നമ്മൾ അർക്കാനുൽ ഈമാൻ എന്ന് പറയുന്ന, നമ്മൾ മുമ്പ് ഹദീസ് ജിബ്രീലിലൊക്കെ കേട്ടിട്ടുള്ള
അർക്കാനുൽ ഈമാൻ, അള്ളാഹുവിനെക്കുറിച്ച്, മലായിക്കത്തുകളെക്കുറിച്ച്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട്, അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ. അത് ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ്. ഇനി അമലുകളുടെ കാര്യത്തിൽ നിസ്കാരം, നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മുഴുവൻ ആളുകൾക്കും പഠിക്കൽ നിർബന്ധമായ കാര്യമാണ്. അതാണ് എല്ലാ മുസ്ലിമിനും വാജിബായ കാര്യം എന്ന് പറഞ്ഞത്. അത് വാജിബായ ഇൽമിൻ്റെ രണ്ടിനങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. അത് മുഴുവൻ ആളുകൾക്കും വാജിബായ കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് ഓരോരുത്തർക്കും അനുസരിച്ച് വാജിബാകുന്ന കാര്യങ്ങളുണ്ട്. ഓരോ അവസരങ്ങളിലും ഓരോ വ്യക്തികൾക്കും മാത്രമാണ് അത് വരിക. ഏതുപോലെ എല്ലാവർക്കും വാജിബല്ല. ഇപ്പോൾ നമ്മളവിടെ സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും കാര്യം പറഞ്ഞിട്ടില്ല. കാരണം സക്കാത്തും ഹജ്ജും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ കാര്യമല്ല. സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. ഒരാൾക്ക് അയാളുടെ ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന ഒരു നിസാബ് എത്തുകയും ആ നിസാബ് ഒരു ഹൗല് വരെ, ഒരു വർഷം വരെ അതങ്ങനെ തുടരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. ഇതെല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമുള്ള കാര്യമല്ല. ഒന്ന്. ഇനി ഹജ്ജിൻ്റെ കാര്യം. ഹജ്ജ് ചില ആളുകൾക്ക് സാമ്പത്തികമായ കഴിവുണ്ടാകും, പക്ഷേ ശാരീരികമായ കഴിവ് കൂടി അവിടെ നിർബന്ധമാണ്. അതുകൂടി ഉണ്ടാകുമ്പോഴേ അത് ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ. അപ്പോൾ സക്കാത്ത്, ഹജ്ജ് ഉദാഹരണങ്ങളാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമില്ല. എന്നാൽ എല്ലാവർക്കും മുസ്തഹബായ കാര്യവുമല്ല. ഇത് ആർക്കാണോ ബാധകമാകുന്നത് അവർക്കത് നിർബന്ധമാണ്. അതുപോലെ കച്ചവടത്തെക്കുറിച്ച് പഠിക്കുക. ഇത് കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരാൾക്ക് നാളെ അള്ളാഹുവിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അവൻ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച്, അതിൻ്റെ ഇടപാടുകളെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതെല്ലാവർക്കും നിർബന്ധമില്ല. എല്ലാ മുസ്ലിമും കച്ചവടം ചെയ്യുന്ന ആളല്ല. ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇനി നിക്കാഹ് കഴിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചാൽ ഭാര്യയുമായിട്ടുള്ള ഇടപാടുകളിൽ എന്തൊക്കെയാണ് ഹറാമായിട്ടുള്ളത്, എന്തൊക്കെയാണ് ഹലാലായിട്ടുള്ളത്, ഇതവൻ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാവർക്കും നിർബന്ധമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് നിർബന്ധമില്ല. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായി, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുക എന്നുള്ളത് അത് പാടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുള്ള ആളുകൾക്കുമൊക്കെ മാത്രമായി വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാവർക്കും നിർബന്ധമല്ല. അപ്പോൾ വാജിബായ കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, എല്ലാവർക്കും നിർബന്ധമാണ്, ആരും അതിലൊഴിവില്ല. രണ്ട്, ഈ രൂപത്തിലുള്ള പ്രത്യേകമായ അതിൻ്റെ ആളുകൾക്ക് നിർബന്ധമാകുന്ന കാര്യം. ഇനി രണ്ടാമത്തെ ഇൽമിൻ്റെ ഹുക്മ നമ്മൾ പറഞ്ഞു, മുസ്തഹബാണ്. വാജിബും മുസ്തഹബും, ഈ രണ്ട് ഹുക്മുകളാണ് ഇൽമിനുള്ളത്. അതെന്താണ്? അത് മേൽ പറഞ്ഞ വാജിബല്ലാത്ത മുഴുവൻ ഇൽമു പഠിക്കലും മുസ്തഹബാണ്. വാജിബല്ലാത്ത മുഴുവൻ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. ഒരാളുടെ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്, നമ്മൾ പറഞ്ഞു. നോമ്പിനെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ അയാൾക്ക് നിർബന്ധമല്ലാത്ത ഒരുപാട് അമലുകൾ അല്ലാഹു തആല, ഇപ്പോൾ ദുഹാ നിസ്കാരത്തെക്കുറിച്ച് ഒരാൾ പഠിക്കുകയാണ്, ദുഹയുടെ മസലകൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാളൊരു മജ്ലിസിലിരിക്കുകയാണ്, അതിനുവേണ്ടി പുറപ്പെടുകയാണ്. അതിൻ്റെ ഹുക്കം എന്താണ്? മുസ്തഹബാണ്. കാരണം ദുഹാ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ അതുകൊണ്ട് ളുഹാ നിസ്കാരത്തെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ അതിനുവേണ്ടി ഇരിക്കുകയാണ്. ഇനി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരത്തെക്കുറിച്ച് ഒരാൾ പഠിക്കാനിരിക്കുകയാണ്, അതിനെക്കുറിച്ച് മസലകൾ, ഹദീസുകൾ കേൾക്കുകയാണ്. അതിൻ്റെ ഹുക്കം എന്താണ്? അത് മുസ്തഹബാണ്. കാരണം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. അപ്പം അത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ ഈ മുസ്തഹബായ ഇൽമ് തന്നെ ഇത് സമൂഹത്തിൽ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഒരാൾ പഠിക്കുക എന്നുള്ളത് അത് ഫർളാണ്. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഈ മുസ്തഹബായ ഇൽമുകൾ എല്ലാവർക്കും മുസ്തഹബല്ല. ഒരു മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് പഠിക്കുന്ന ഒരു ആലിം ഉണ്ടാകുക എന്നുള്ളത് അത് ഫർളു കിഫായയാണ്. മനസ്സിലായില്ലേ? അതായത് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ള ഈ മുസ്തഹബായ കാര്യങ്ങളെക്കുറിച്ച് വരെ അറിവുള്ള ഒരു പണ്ഡിതൻ ഉണ്ടാകുക എന്നുള്ളത് അത് ഫർളു കിഫായയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരിസ് സആദയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുന്യവിയായ ഇൽമുകൾ പഠിക്കുക എന്നുള്ളത് അത് ഫർള് കിഫായ അല്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഹന്തസ, എഞ്ചിനീയറിങ്, തിബ്ബ്, മെഡിക്കൽ, ഇത് ഒരു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പഠിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയായ അഭിപ്രായ പ്രകാരം അത് ആർക്കും കുറ്റം കിട്ടുന്ന കാര്യമല്ല. പക്ഷേ അത് നല്ല കാര്യമാണ്. നമ്മളത് ഫർള് കിഫായ അല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നല്ല കാര്യമാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇത് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുക, മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ. പ്രത്യേകിച്ചും തിബ്ബ് പല പണ്ഡിതന്മാരും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ട കാര്യമാണ്. കാരണം ദീനിന് ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ്. പല മസലകളും, ദീനിൻ്റെ മസലകൾ
അതിൻ്റെ ഹുക്കുമുകൾ തീരുമാനിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വിശ്വസ്തരായ ഡോക്ടർമാർ നൽകുന്ന വിധിയുടെ അനുസരിച്ചിട്ടാണ്. എപ്പോഴാണ് അതിൻ്റെ രോഗം അത് ഇന്ന രൂപത്തിലുള്ള രോഗമായി മാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും തീരുമാനിക്കുന്നത് ഡോക്ടർമാരാണ്. വിശ്വസ്തരായ ഡോക്ടർമാർ നമുക്കതിന് വേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൽ വീഴ്ച വരുത്തിയാൽ അത് കുറ്റകരമല്ല, അതായത് ഫർള് കിഫായ അല്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരിസ് സആദയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ആമുഖമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, ഇൽമിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് പറയാനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലാ അദ്ദേഹം കൊടുത്ത കാര്യങ്ങൾ ഞാൻ അതുപോലെ നിങ്ങൾക്ക് വായിച്ചു തരുന്നതാണ്. അത് ഓരോന്നിൻ്റെയും പദാനുപദം വായിക്കുന്നില്ല എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം അതിൽ കൊടുത്തിട്ടുള്ളത് ഇൽമിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അമല് ചെയ്യുന്ന സമയത്തും അതിന് ഇന്ന ശ്രേഷ്ഠതകളുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിനതിന് കൂടുതൽ താല്പര്യം ഉണ്ടാകും. അത് ചെയ്യുന്നതിന് ഒരു കാര്യം വെറുതെ ചെയ്യുന്നതും അത് ചെയ്യുന്നതിൽ ഇന്ന ശ്രേഷ്ഠതകളുണ്ട് എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ മസ്ജിദിലേക്ക് നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ദൂരെയാണ്, മസ്ജിദിൽ പോയാൽ കുറച്ച് ദൂരെയാണ്. പക്ഷേ ആ പോകുന്ന സമയത്ത് ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. ഒരു കാലടി മുന്നോട്ട് വെച്ചാൽ എനിക്കൊരു നന്മ രേഖപ്പെടുത്തും, എൻ്റെ ഒരു തിന്മ വായിച്ചു തരും, എനിക്കൊരു പദവി അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരും. ഇത് ചിന്തിച്ചു പോകുന്ന ഒരുവന് ദൂരം ഒരു പ്രയാസമായിരിക്കില്ല, കൂടുതൽ താല്പര്യമായിരിക്കും അല്ലേ? അവന് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ഒരുപാട് ദൂരം നടന്നു പോകണമെന്നല്ല, പക്ഷേ ദൂരമായാൽ അതൊരു പ്രയാസമായി അവന് മാറുകയില്ല. അങ്ങനെ ഓരോ കാര്യത്തിനും അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാനുള്ള താല്പര്യം അത് കൂടും. ഇവിടെ അദ്ദേഹം ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം ഇൽമിനെക്കുറിച്ച് പറഞ്ഞൊരു മനോഹരമായ അദ്ദേഹത്തിൻ്റെ റിസാലയിൽ കൊടുത്ത ഒരു വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ഖാൽ ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, വന്നാസു തബഖാത്തുൻ ഫിൽ ഇൽം, ഇൽമിൻ്റെ കാര്യത്തിൽ ആളുകൾ വ്യത്യസ്ത തട്ടിലാണ്. ഇൽമുള്ള എല്ലാ ആളുകളും ഒരുപോലെയല്ല. ഇൽമിൻ്റെ കാര്യത്തിൽ ആളുകൾ വ്യത്യസ്ത തട്ടിലാണ്. മൗഖിഉഹും മിനൽ ഇൽമി ബിഖദരി ദറജാതിഹിം ഫീഹ്, ഇൽമിൽ അവർക്ക് എവിടെയാണ് സ്ഥാനം എന്നുള്ളത് അവരുടെ ദറജ പദവി എവിടെയാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും ഓരോ ദർജയിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹഖുൻ അല ത്വലബത്തിൽ ഇൽമി ബുലൂഗ ഗായതി ജുഹുദിഹിം ഫിൽ ഇസ്തിക്സാരി മിൻ ഇൽം, ഓരോ ദീന് പഠിക്കുന്ന ആളുകളുടെയും അവൻ്റെ ലക്ഷ്യമായി തീരണം ഇൽമ് പരമാവധി വാരിക്കൂട്ടുക, പരമാവധി അതിൻ്റെ ഉന്നതിയിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഓരോരുത്തരും ശ്രമിക്കണം. ഓരോരുത്തർക്കും വ്യത്യസ്ത ദർജയിലാണ് ഉണ്ടാവുക. ഓരോരുത്തരും അതിന് മുകളിലേക്ക് ഉയരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, വസ്സബ്റു അല കുല്ലി ആരിദിൻ ദൂന ത്വലബി, അവൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്ഷമിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യണം. ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി ഫി ഇദ്റാക്കി ഇൽമിഹി നസ്തൻ വസ്തിംബാതൻ, ഇൽമ് പഠിക്കുന്ന സമയത്ത് അള്ളാഹു താലക്ക് മാത്രമായി ഇഖ്ലാസോടുകൂടി അവൻ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഇൽമ് മനസ്സിലാക്കുന്ന സമയത്ത് ചിലത് നസ്സായിട്ട് നേർക്കുനേരെയുള്ള ഇൽമുകൾ ഉണ്ടാവും, നേർക്കുനേരെയുള്ള ഹുക്കുമുകൾ, ചിലത് ഇസ്തിംബാത്ത് ചെയ്ത് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിധികളായിരിക്കും. വറഗബത്തു ഇലല്ലാഹി ഫിൽ ഔനി അലൈഹി, അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ അവനിലേക്ക് എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കണം. ഫൈനഹു ലാ യുദ്റകു ഖൈറുൻ ഇല്ലാ ബി ഔനി, കാരണം അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ ഒരു ഖൈറും ഒരാൾക്കും കിട്ടുകയില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം അതിനുശേഷം ഒരുപാട് ഈ അദ്ദേഹത്തിൻ്റെ റിസാലയിൽ ഇൽമുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ധാരാളം സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇൽമിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്വന്തമായൊരു ഉത്സാഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും കൂടുതൽ പറഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ കാണുന്ന ഒരു കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ മിഫ്താഹു ദാരിസ് സആദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്. അതിൽ 130ഓളം ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 130ഓളം തെളിവുകൾ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതായാലും ചില തെളിവുകളാണ് ഇവിടെ ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഏതാനും ചില തെളിവുകൾ. പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ നമുക്കൊരു മുദാക്കറ, പരസ്പരം ഓർമ്മ പുതുക്കാനും അത് നമുക്കൊരു താല്പര്യം ഉണ്ടാകാനും ഒക്കെ ഉപകരിക്കുന്നുള്ള നിലക്കാണ് ഇത് വായിക്കുന്നത്. അതിലൊന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സൂറത്തു ആലു ഇമ്രാനിലെ ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹക്കീം. ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്താണ്. നിങ്ങൾ നോക്കിയിട്ട് ആയത്തുകൾ എഴുതാൻ അത് പിന്നീട് സമയം കണ്ടെത്തിയാലും മതി. എന്താണ് അള്ളാഹു താല ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു താല പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന്. വൽ മലായിക,
അതിന് അള്ളാഹുവിൻ്റെ മലക്കുകളും സാക്ഷിയാണ്. വ ഉലുൽ ഇൽം, അതിനോടൊപ്പം അള്ളാഹു താല ചേർത്ത് പറഞ്ഞതാണ് പണ്ഡിതന്മാർ, ഇൽമുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് അവൻ സാക്ഷിയാണ്. മലായിക്കത്തുകൾ അതിന് സാക്ഷിയായിട്ടുണ്ട്, പണ്ഡിതന്മാരും അതിന് സാക്ഷിയായിട്ടുണ്ട്. ഖായിമൻ ബിൽ ഖിസ്ത്, അവർ നീതിയോടുകൂടി നിലകൊള്ളുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല, അവൻ അങ്ങേയറ്റം പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്ന് അള്ളാഹു താല പറയുന്നുണ്ട്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും ഇത് ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ എടുത്തു പറയാൻ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു താല അവൻ്റെ സാക്ഷ്യത്തോടൊപ്പമാണ് ഉലമാക്കളുടെ സാക്ഷ്യവും എടുത്തു കൊടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പമാണ് ഉലമാക്കളുടെ സാക്ഷ്യം എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അമ്പിയാക്കളെ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം അമ്പിയാക്കൾ ഉലമാക്കളുടെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ളവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഓരോ ഉമ്മത്തിലും ഏറ്റവും അറിവുണ്ടായിരുന്ന അവിടുത്തെ നബിമാരാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെ പ്രത്യേകം എടുത്തു പറയാത്തത്. അപ്പോൾ ഉലുൽ ഇൽം എന്ന് പറയുന്നതിൽ മലായിക്കത്തുകളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് അറിയുക. രണ്ടാമത്തെ കാര്യം അള്ളാഹു തആല പറഞ്ഞു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്താണ്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുന്നു. അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്നും വിശ്വസിച്ചവരെ. വല്ലദീന ഊതുൽ ഇൽമ, അതുപോലെ തന്നെ ഇൽമ് നൽകപ്പെട്ടവരെയും. ദറജാത്ത്, അവർക്ക് പദവികൾ ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുസ്ലിമീങ്ങളിൽ എല്ലാവരും ഒരേ പദവിയിലല്ല. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് സഈദ് ബിൻ മൻസൂർ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചത് കാണാം. ഇതിൻ്റെ തഫ്സീർ എന്താണ് തഫ്സീർ പറഞ്ഞത്? യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വൽ ഊതുൽ ഇൽമ അലല്ലദീന ആമനു വലം യുഅ്തുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ഇൽമ് നൽകപ്പെട്ടവരെ മുഅ്മിനീങ്ങളായ ഇൽമ് നൽകപ്പെടാത്തവരെക്കാളും പദവികൾ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ അവരിൽ ഇൽമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വലിയ പദവികളാണ് അവർക്ക് നൽകുക. സ്വർഗത്തിൽ 100ഓളം പദവികളുണ്ട്. ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പദവിയിലാണ് നൽകുക. അപ്പോൾ പഠിക്കാതെ ഈമാനോടുകൂടി ജീവിക്കുന്ന ആളുകൾ നല്ല ആളുകളാണ് ഭൂമിയിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ. പക്ഷേ അതിൽ നിന്നും പഠിക്കുന്ന ആളുകൾ ഉയർന്ന ദർജയിലാണ് ഉണ്ടാവുക. പണ്ഡിതന്മാർ പറയും ഈ ഒരൊറ്റ ആയത്ത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ദറജ ഉയർത്തി കൊടുത്തത് അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച ആളുകൾക്കാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ അവർക്ക് ഇൽമു പഠിക്കുക എന്നുള്ളത് മതി. അപ്പോൾ നമ്മൾ ഇൽമു പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കണം നമുക്ക് ഇൽമു പഠിച്ച് ഏറ്റവും വലിയ പണ്ഡിതനായാലേ അല്ലാഹു തആല ഇത്തരത്തിൽ പദവികളും ഈ പറയുന്ന ശ്രേഷ്ഠതകളും നൽകുകയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇൽമ എത്ര പഠിച്ചാലും നമുക്ക് അത് മുഴുവനായി പഠിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ വഴിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായി സിദ്ഖോടുകൂടി സത്യസന്ധതയോടുകൂടി അതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മൾ അതിൻ്റെ ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ഓരോ ശ്രേഷ്ഠതയും അതിൻ്റെ ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല എങ്കിൽ എത്ര പഠിച്ചാലും പഠിക്കാൻ ബാക്കി തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ പഠിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് ഈ ശ്രേഷ്ഠതകൾ ലഭിക്കാൻ സഹായകമാകും. ഓരോരുത്തരുടെ ഇഖ്ലാസും ഓരോരുത്തരുടെ നീയത്തും ഇതൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സത്യസന്ധത ഇതൊക്കെ പരിശോധിക്കപ്പെട്ട് അല്ലാഹു തആല അതിന് പദവികൾ നൽകും. അതുകൊണ്ട് നമ്മളൊരിക്കലും നമുക്ക് വലിയ പണ്ഡിതനാകാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടാൻ പാടില്ല. മറിച്ച് ഈ പറയുന്ന ദർജകളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ ഇൽമ് നൽകപ്പെട്ട് അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന കാര്യമാണത്. മൂന്നാമത്തെ തെളിവായി സൂറത്തു സുമറിലെ ആയത്താണ് കൊടുത്തത്. എന്താണത്? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ യസ്തവി, സമമാകുമോ, അല്ലദീന യഅലമൂൻ, ഇൽമു പഠിച്ചവരും വല്ലദീന ലാ യഅലമൂൻ, ഇൽമു പഠിക്കാത്തവരും, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നുള്ളതാണ്. ഇത്തരം ചോദ്യം അത് ഇസ്തിഫ്ഹാമുൽ ഇൻകാരി എന്നാണ് പറയുക. അതിന് ഇൻകാർ ചെയ്യാൻ, അത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലും സമമാകുകയില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇൽമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകുക എന്നുള്ള കാര്യത്തെ നിഷേധിച്ചിരിക്കുന്നു. അവർ ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഏതുപോലെയാണ്? അള്ളാഹു സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും ഒരുപോലെ ആവുകയില്ല എന്ന് നിഷേധിച്ചതുപോലെയാണ്.
അല്ലാഹു തആല പറഞ്ഞല്ലോ, ലാ യസ്തവി അസ്ഹാബുന്നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരുപോലെ ആവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗക്കാർ അവരാണ് വിജയിച്ച ആളുകൾ, അവർ ഒരുപോലെയല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് അല്ലാഹു തആല ഇൽമുള്ളവരെയും ഇൽമില്ലാത്തവരെയും ഒരുപോലെ ആവുകയില്ല എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഇൽമിന് അത്രയും വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് അറിയിക്കുന്ന കാര്യമാണത്. ഇൽമുള്ള ആളുകൾ ഒരിക്കലും ഇൽമില്ലാത്ത ആളുകളെ പോലെയല്ല. ഇൽമുള്ള ആളുകൾ അവർക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനങ്ങളാണ് നൽകുക എന്ന് നാം നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. നോക്കൂ, അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഇൽമുള്ള ആളുകളെ കുറിച്ചിട്ട്. ഇപ്പോൾ ഖുർആനിനെ കുറിച്ച് പറയുന്ന സമയത്താണ്, ഇപ്പോൾ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഉള്ളതല്ല എന്ന് മുശ്രിക്കുകൾ നിഷേധിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എവിടുന്നോ കേട്ടുകൊണ്ടുവന്ന് എഴുതിയതാണ് എന്നൊക്കെ ആരോപിക്കുന്ന സമയത്ത് അല്ലാഹു തആല അതിന് മറുപടി പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ അറിയില്ല, അവിടുത്തെ വലം കൈ കൊണ്ട് അവിടുന്ന് ഒന്നും എഴുതിയിട്ടില്ല, അവിടുന്ന് അങ്ങനെ എഴുതാനോ നോക്കി വായിക്കാനോ അറിയുന്ന ആളല്ല. എന്നിട്ട് അല്ലാഹു തആല ഇത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ, അല്ല ഇത് വ്യക്തമായ സുവ്യക്തമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഫീ സുദൂരിൽ ലദീന ഊത്തുൽ ഇൽം, ഇൽമ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ അതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന് രണ്ട് രൂപത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് അത് ഒന്ന് ആയാത്തുൻ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അത് ഖുർആൻ വ്യക്തമായ ദൃഷ്ടാന്തമാണ്, അതിൻ്റെ തെളിവുകളൊക്കെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഉലുൽ ഇൽമിൻ്റെ ആളുകളുടെ ഹൃദയത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാണ് അതിൻ്റെ വാഹകരായിട്ടുള്ളത്. ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലൂടെ, സഹാബത്തിൻ്റെ ഹൃദയത്തിലൂടെ, അങ്ങനെയാണത് തലമുറകളായി കൈമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉലുൽ ഇൽമുള്ള ആളുകളുടെ ഹൃദയത്തിൽ അത് വ്യക്തമായ ദൃഷ്ടാന്തമായി നിലകൊള്ളും എന്നതുകൂടി അതിൻ്റെ അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് ഖുർആനിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോൾ അവർക്ക് യഖീൻ വർദ്ധിക്കുകയുള്ളൂ, കൂടുതൽ യഖീനായിരിക്കും ഉണ്ടാവുക. ഖുർആൻ വായിക്കുന്ന സമയത്ത് അവർക്ക് യഖീൻ നന്നായി വർദ്ധിക്കും. അപ്പോൾ ഇൽമുള്ള ആളുകളുടെ ഹൃദയത്തിൽ അത് ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇൽമിൽ നിന്നും അകന്നു കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ അല്ലാഹു തആലയുടെ തൗഫീഖ് നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കൊണ്ട് അവർക്ക് ഹിദായത്തിലാവാൻ സാധിക്കുകയില്ല. ഒരു വേള അവർക്ക് ഖുർആൻ വായിക്കുന്ന സമയത്ത് അവർ ഹിദായത്ത് ചിലപ്പോൾ തെറ്റാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ കാണുന്നില്ല ഒരുപാട് മുശ്രിക്കുകളായ അല്ലെങ്കിൽ മുൽഹിദുകളായ ആളുകൾ അവർ ഖുർആനിൽ ഒരു ആയത്തുകൾ കൊണ്ടുവന്നിട്ട് ഇതങ്ങനെ ശരിയില്ല, ഇതിങ്ങനെ ശരിയില്ല എന്ന് പറഞ്ഞ് എന്നും പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലുൽ ഇൽമായ അള്ളാഹു ഇൽമ് തൗഫീഖായി കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകൾ വായിക്കുന്ന സമയത്ത് അവർക്ക് കണ്ണുകളിൽ നിന്നും കണ്ണുനീരാണ് വരുന്നത്. അള്ളാഹു തആലയിലുള്ള വിശ്വാസത്തിൽ കൂടുതൽ യഖീനാണ് വരുന്നത്. അതാണ് അള്ളാഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൽമ് നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആയാത്തുൻ ബയ്യിനാത്ത്, അത് സുവ്യക്തമായ തെളിവുകളാണ്. എന്നാൽ അത് നൽകപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്നും യാതൊരു ഉപകാരവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പം അത് വലിയ ശ്രേഷ്ഠതയാണ്. ഇപ്പോൾ ഇൽമുള്ള ആളുകൾക്കാണ് ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഖുർആനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് ചുരുക്കം. പിന്നീട് അഞ്ചാമതായി കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ അൻകബൂത്തിൽ ഒരു ആയത്തിൻ്റെ ഭാഗമാണ്. എന്താണത്? അല്ലാഹു തആല അത് അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അറിയാം, അത് എട്ടുകാലിയാണ്. അപ്പോൾ എട്ടുകാലി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മിസാലായി, ഉദാഹരണമായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് അവരൊരു എട്ടുകാലി വലയത്തെ വീടായി സ്വീകരിച്ചവരെ പോലെയാണെന്നാണ്. എട്ടുകാലി വലയത്തെ വീടായി സ്വീകരിച്ച ആളുകളുടെ ഉപമ എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത്? കാരണം എട്ടുകാലിയുടെ വലയമാണ് ഏറ്റവും ഔഹനായ, ഏറ്റവും ദുർബലമായ ഒരു ഭവനം എന്ന് പറയുന്നത് അതാണ്. വളരെ നിസ്സാരമാണ്, ഒരാളിങ്ങനെ കൈ തട്ടിയാൽ പോകാനേ ഉള്ളൂ. അതൊരാൾ കൈ തട്ടാൻ ചിലപ്പോൾ അറിയുക പോലുമില്ല, കാരണം അത്രയും നിസ്സാരമാണ്. ചിലപ്പോൾ ഒരാൾ വൈക്കൂടെ പോകുമ്പോൾ എട്ടുകാലിൻ്റെ വീടൊക്കെ പോയിട്ടുണ്ടാവും. അത്രയും ദുർബലമായ വീടാണ് എട്ടുകാലി കെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെയാണെന്നാണ്. കാരണം മനുഷ്യന്മാർ വളരെയധികം ദുർബലരാണ്, അവർക്കൊരു കഴിവൊന്നുമില്ല. എന്നിട്ട് ഈ ആളുകൾ അതിനേക്കാളും ദുർബലരായ ആളുകളോടാണ് വിളിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പം അവരാണ് ഏറ്റവും വലിയ ദുർബലർ. അവരെക്കാളും കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത ആളുകളോടാണ്, ഭരിച്ച ആളുകളോടാണ്, ഒന്നും കേൾക്കാൻ കഴിയാത്ത, ജീവിച്ചിരിക്കുമ്പോൾ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മരിച്ച ദുർബലരായ മണ്ണായി ചേർന്ന ആളുകളോട്, വിഗ്രഹങ്ങളോട് പോലുള്ള ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരത്രയും വലിയ ദുർബലരാണ് എന്നൊക്കെ പറയുന്ന ഉദാഹരണത്തിന് ശേഷം ഇങ്ങനെയുള്ള ഈ ഉദാഹരണങ്ങൾ ഖുർആനിൽ ഒരുപാടുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ഇൽമുള്ളവർക്കല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അക്കലോടുകൂടി, ബുദ്ധിയോടുകൂടി ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല
എന്നാണ് അള്ളാഹു താല പറഞ്ഞത്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇൽമ് നൽകപ്പെട്ട ആളുകൾക്കാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമ്മത്തുകൾ, സഹാബികൾ, താബിഈങ്ങൾ, ഇമാമുമാർ, അതിൽ നിന്നും തഫ്സീർ, എത്ര മനോഹരമായ തഫ്സീറുകളാണ് അവർ അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇൽമില്ലാത്ത, ദീന് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ഇൽമ് പഠിക്കുന്നത് കൊണ്ടാണ് അവർക്കത് സാധിച്ചത്. അതല്ലാതെ അവർ ചിന്തകന്മാരായതുകൊണ്ട് അവർക്ക് ഖുർആനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഖുർആൻ ദീനിയായ ഒരു ഇൽമും പഠിക്കാത്ത ഒരാൾ ഖുർആൻ വെറുതെ എടുത്തു വായിച്ചിരുന്നാൽ തദബ്ബുർ ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിയല്ല, അയാൾക്ക് സാധിക്കുകയില്ല. മറിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ ഇൽമുകൾ ഒരാൾ കരസ്ഥമാക്കിയാൽ അതിൻ്റെ തഫ്സീർ എങ്ങനെയാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഭാഷാപരമായ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും ചിന്തിക്കാൻ സാധിക്കും. ഒമായ ഖിലുഹ ഇല ആലിമൂൻ, അറിവുള്ളവർക്കല്ലാതെ അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് 6-ാമതായി അദ്ദേഹം സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ നിന്നാണ് ഒരു തെളിവ് കൊടുത്തത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അവനെ ഭയപ്പെടുന്നത് അൽ ഉലമ, അറിവുള്ളവർ മാത്രമാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ഭയപ്പെടണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ശരിക്കും അറിയണം. അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അവർക്ക് ഭയപ്പെടാൻ സാധിക്കുകയില്ല. എല്ലാവരും അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. പക്ഷേ ഖൗഫും ഖശ്യത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖശ്യത്ത് എന്ന് പറയുന്നത് ഇൽമോട് കൂടിയുള്ള പേടിക്കാണ് ഖശ്യത്ത് എന്ന് പറയുന്നത്. ഖൗഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന പേടിയാണ്. അതിലൊരു പക്ഷേ സാധാരണ രൂപത്തിലെ പേടിയെയും ഖൗഫ് എന്ന് പറയും. അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിക്കും ഖൗഫ് എന്ന് പറയും. എന്നാൽ ഖശ്യത്ത് എന്ന് പറയുന്നത് അത് മഖ്റൂനത്തുൻ ബിൽ ഇൽമാണ്, ഇൽമുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇൽമുള്ള ആളുകൾക്ക് ഇൽമ് എത്ര വർദ്ധിക്കുന്നുവോ അത്രയും അവൻ അല്ലാഹു തആലയെക്കുറിച്ച് പേടിയുണ്ടാകും എന്നാണ്. അല്ലാഹു തആല അതുപോലെ തന്നെ ആരാണ് അള്ളാഹുവിനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ ബയ്യിനയിൽ പറഞ്ഞിട്ടുണ്ട്, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ. ജസാഉഹും ഇൻദ റബ്ബിഹിം, അവരുടെ അടുക്കൽ അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന നദികൾ അവർക്കുണ്ട്. ഖാലിദീന ഫിഹ അബദ, അവിടെ അവർ ശാശ്വതവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹു വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബ, ഇതൊക്കെ റബ്ബിനെ ഭയപ്പെടുന്നവർക്കാണ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബിനെ ഭയപ്പെടുന്നത് ആരാണ്? അൽ ഉലമ. വേറൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അപ്പോൾ അവരാണ് ഉലൈക ഹും ഖൈറുൽ ബരിയ, റബ്ബിനെ ഭയപ്പെടുന്നവരാണ് ഭൂമിയിൽ ഏറ്റവും നല്ല പടപ്പുകൾ. അഥവാ ഉലമാക്കളായ ആളുകളാണ് ഭൂമിയിലെ ഖൈറുൽ ബരിയ, ഈ ഭൂമി ലോകത്ത് നിന്ന് ജീവിക്കുന്നവരിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ അത് ഉലമാക്കളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ, ഭൂമി ലോകത്ത് ജീവിക്കുന്ന പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകളിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ഉലമാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളതാണ്. ആ ഉലമാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഇൽമു പഠിച്ചേ പറ്റൂ. അതാണ് ഈ ആയത്ത് അദ്ദേഹം തെളിവായി കൊടുത്തിട്ടുള്ളത്. പിന്നീട് 7-ാമത്തെ തെളിവ് സൂറത്തുൽ മാഇദയിൽ 4-ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹറാമാക്കിയത്, എന്തൊക്കെയാണ് ഹലാലാക്കിയത് എന്ന് വിശദീകരിക്കുന്ന ആയത്താണത്. അല്ലാഹു തആല അവൻ പറഞ്ഞു, യസ്അലൂനക മാദാ ഉഹില്ല ലഹും, അവർ ചോദിച്ചു എന്താണ് അവർക്ക് ഹലാലാക്കപ്പെട്ടത്. ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് വിശിഷ്ടമായ മുഴുവൻ ഹലാലാണ്. എന്തൊക്കെ ത്വയ്യിബാണോ അത് അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. ത്വയ്യിബായ ഒരു കാര്യം ദീനിൽ ഹറാമാക്കിയിട്ടില്ല. വിശിഷ്ടമായൊരു കാര്യമാണ്, യാതൊരു കുഴപ്പം അതിനില്ല. അങ്ങനത്തെ ഒരു കാര്യം അള്ളാഹു ദീനിൽ ഹറാമാക്കിയിട്ടില്ല. അതിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സിയാദത്തായിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് അതിൽപ്പെട്ടത്? വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മ അല്ലമകുമുല്ലാഹ്, അതോടൊപ്പം തന്നെ നിങ്ങൾ വിദ്യ പഠിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചില വേട്ടനായകളുണ്ട്. അതായത് നായപട, അതുപോലെയുള്ള വേട്ടക്ക് വിടുന്ന അങ്ങനെയുള്ള മൃഗങ്ങളേതുമാകാം. അങ്ങനെയുള്ള വേട്ടമൃഗത്തെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾ അതിനെ പറഞ്ഞയച്ചിട്ട് അത് പിടിച്ചു കൊണ്ടുവരുന്ന അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടാണ് അതിനെ പറഞ്ഞു വിട്ടിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അതും ഹലാലാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിൽ ഒരുപാട് ഫായദകളുള്ള ആയത്താണ്. ഇമാം അബ്ദുറഹ്മാൻ നാസിർ സഅദി 10ഓളം ഫായദകൾ ഈ ആയത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല, അതിൻ്റെ ഫിഖ്ഹിയായ നിയമങ്ങളിലേക്കും പോകുന്നില്ല. മറിച്ച് ഇവിടെ പറഞ്ഞ ഭാഗം വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീൻ, ഇങ്ങനെ വേട്ടമൃഗങ്ങൾ, പഠിപ്പിക്കപ്പെട്ട മൃഗങ്ങൾ അത് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഹലാലാണ് എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചൊരു കാര്യമാണ്, ഇവിടെ ഒരു സാധാരണ നായ, ട്രെയിനിങ് കൊടുക്കാത്ത പഠിപ്പിക്കപ്പെടാത്തൊരു നായ അത് കൊണ്ടുപോയി നമുക്കൊരു വേട്ടമൃഗത്തെ കൊണ്ടു തന്നാൽ അത് ഹലാലല്ല. മറിച്ച് ഇത് പഠിപ്പിക്കണം. അതായത് പഠിപ്പിക്കുക എത്രത്തോളം അവർ പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരണം, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകണം. അങ്ങനെ അതിന് ട്രെയിനിങ് കൃത്യമായി കിട്ടിയ ഒരു മൃഗമാണെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് അതിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു, അത് നമുക്കൊരു മൃഗത്തെ, ഇപ്പോൾ ഒരു മുയലിനെ കൊണ്ടുവന്നു എങ്കിൽ അത് നമുക്ക് ഹലാലാകും. അത് തിന്നിട്ടില്ല, അതിനൊന്നും തിന്നാൻ പാടില്ല. അങ്ങനെ കുറേ ഹക്കാമുള്ളതിൻ്റെ വേറെ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മൃഗമാണ് കൊണ്ടു തന്നിട്ടുള്ളത് എങ്കിൽ ഹലാലാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഇൽമിൻ്റെ ശ്രേഷ്ഠതയാണത്. ഇപ്പോൾ ഒരു നായക്ക് ഇൽമു പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് കൊണ്ടുവന്ന കാര്യം ഹറാമുള്ളത് ഹലാലായി മാറി. അപ്പോൾ മനുഷ്യൻ ഇൽമു പഠിച്ചാൽ അവൻ എന്തുമാത്രം ശ്രേഷ്ഠതകളാണ് അതുകൊണ്ട് കിട്ടുക എന്നുള്ളതിന് തെളിവായി പണ്ഡിതന്മാർ ഇത് തെളിവ് പിടിച്ചത് കാണാൻ സാധിക്കും. അപ്പം അത് ഒരു നായ ഇൽമു പഠിച്ചപ്പോൾ, നായക്ക് ഇൽമു പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് വലിയൊരു മാറ്റം അത് കൊണ്ടുവരുന്ന വസ്തുവിലുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം എട്ടാമതായി അദ്ദേഹം ഒരു ഹദീസിൽ നിന്നുള്ള തെളിവാണ്. നമ്മൾക്ക് ധാരാളം കേട്ടിട്ടുള്ള ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ വിജ്ഞാനം നൽകും എന്നാണ്. ഈ ഹദീസിനെ പല പണ്ഡിതന്മാരും അതിൻ്റെ മഫ്ഹൂമുണ്ട്, മഫ്ഹൂമുൽ മുഖാലഫ എന്ന് പറയും. അതായത് ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു ദീനിൽ വിജ്ഞാനം നൽകുമെന്നാണ്. അപ്പോൾ അതിൻ്റെ മഫ്ഹൂമുൽ മുഖാലഫ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന് ദീനിൽ നിന്നും ഒന്നും അവന് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ഒരാൾക്ക് ദുനിയാവിൽ ഖൈർ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവന് ദീനിയായി വളരെയധികം പിന്നോട്ടാണ്. ഒന്നും അറിയില്ല, ദീനിൻ്റെ ഒരു കാര്യവും അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, അതിൻ്റെ ആയത്തുകൾ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയില്ല, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് അള്ളാഹു എത്രമാത്രം ഖൈർ ഉദ്ദേശിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവന് ദീനിൽ ഒരുപാട് വിജ്ഞാനം അവന് ലഭിക്കുന്നത്. അതായത് ആ വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപകാരപ്രദമായ ഇൽമാണ്. ഈ പറയുന്ന എല്ലാ ഇൽമും അൽ ഇൽമു നാഫിയാണ്. ഇൽമു നാഫി എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അമലോട് കൂടിയുള്ള ഇൽമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു തആല അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ദീനിയായ വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലോ ഒരു വിജ്ഞാനമില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളത്. അറിവ് കുറവുണ്ടെങ്കിൽ നമുക്കത് പ്രേരണയാക്കണം, അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലയോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം, പഠിക്കണമെന്നുള്ള ഒരു ത്വര നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസുകൾ പണ്ഡിതന്മാർ എപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. ഒൻപതാമതായി കൊടുത്തത് മറ്റൊരു ഹദീസാണ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സലക ത്വരീഖൻ, ഇത് വലിയൊരു ഹദീസാണ്, അതിനൊരു ഭാഗമാണത്. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ടൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു തആല അതുകൊണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് അവന് എളുപ്പമാക്കി നൽകുക എന്നുള്ളതാണ്. ഇതിൻ്റെ മാന വളരെ വാളിഹായ കാര്യമാണ്. കാരണം ഒരാൾ ദീനിൻ്റെ മാർഗ്ഗത്തിൽ, ദീൻ പഠിക്കാനുള്ള മാർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് അവന് തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവന് ബിദഅത്തും സുന്നത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവൻ ഹറാമായതും ഹലാലായതും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അവന് മുബാഹായ കാര്യങ്ങൾ വരെ എങ്ങനെയാണ് പ്രതിഫലാർഹമായ കാര്യങ്ങളാക്കി മാറ്റാൻ സാധിക്കുക എന്ന് വ്യക്തമാകുന്നത് അവൻ ഇൽമു പഠിക്കുമ്പോഴാണ്. വിവരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും അറിയുകയില്ല. ഷിർക്ക് തൗഹീദാണെന്ന് വിചാരിച്ച് പല ഷിർക്കുകളും ചെയ്യുന്നുണ്ടാവും. അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് ഒരുപാട് ബിദഅത്തുകളായിരിക്കും. അല്ല, അവർ നിയ്യത്തൊക്കെ വളരെ നല്ലതാണ്, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നാണ്, പക്ഷെ അറിവില്ല, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ബിദഅത്തുകളാണ് ചെയ്യുന്നത്. പല മാസിയത്തുകളും അറിഞ്ഞിട്ടും അറിയാതെയും ചെയ്യുന്നുണ്ടാവും. കാരണം അറിഞ്ഞിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു താലയുടെ താക്കീതുകൾ കേൾക്കുമ്പോഴാണ് അതിൽ നിന്ന് മാറാൻ സാധിക്കുകയുള്ളൂ. അറിവില്ലാത്ത കാര്യങ്ങളാകട്ടെ ദീനിൽ ഇങ്ങനൊരു ഹുക്കുമുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾക്ക് അതിൽ നിന്നും വിരമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഇൽമിയായ ഒരു കാര്യം, ചിലപ്പോൾ ഒരു മജ്‌ലിസിലിരുന്നൊരു കാര്യം കൊണ്ട് ഒരാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു വഴിയായി തീരാം. അല്ല, ഒരാൾക്ക് തൗഹീദും ഷിർക്കും ഒക്കെ ചിലപ്പോൾ ഒരു മജ്‌ലിസിൽ നിന്ന് കിട്ടുന്ന ആളുകളുണ്ട്. ഷിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ ചിലപ്പോൾ തൗഹീദിൻ്റെ ആയത്തുകളൊക്കെ അപ്പോഴായിരിക്കും കേൾക്കുന്നത് ആദ്യമായിട്ട്. അല്ലെങ്കിൽ ബിദഅത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിദഅത്തിനെ കുറിച്ചുള്ള താക്കീതുകൾ, എന്താണ് ബിദഅത്ത്, ചിലപ്പോൾ ഒരു മജ്‌ലിസിലായിരിക്കും അയാൾ കേൾക്കുന്നത്. പല ഹറാമുകളിലും മുങ്ങി കുളിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ വീണ് പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൽ നിന്നായിരിക്കും അതിനെക്കുറിച്ചുള്ള ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയോ ആളുകൾക്ക് നരകത്തിലുള്ള വഴിയിൽ നിന്നും സ്വർഗത്തിലുള്ള വഴിയിലേക്ക് അവൻ മാറാൻ അള്ളാഹു ഭൂമിയിൽ കാരണമാക്കുന്നത്
ഇൽമിൻ്റെ മജ്ലിസുകളും ഇൽമുമാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വളരെ വാദിഹായ കാര്യമാണ്. ഇത്രയും 9ഓളം തെളിവുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നാം പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ ഇതുണ്ട്, ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിലുണ്ട്. ഇതെല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം മഹാന്മാരായ സലഫുകൾ, സഹാബികൾ, താബിഈങ്ങൾ ഇവരുടെ അസറുകൾ ചിലത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ചില അസറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ആദ്യം വായിക്കുന്നത്. ഒന്ന് മഹാനായ സഹാബി അബൂ ഹുറൈറ, അതുപോലെ തന്നെ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും പറഞ്ഞതായി ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതാണ് അവർ പറഞ്ഞിട്ടുള്ളത്? അവർ പറയുന്നു, അൽ ബാബു യതഅല്ലമുഹു റജുലു അഹബ്ബു ഇലൈന മിൻ അൽഫി റക്അത്തിൻ തതവ്വുഅ. ദീനിൻ്റെ ഒരു ബാബ്, ഒരു അധ്യായം, കാരണം പല കാര്യങ്ങളും ഓരോ ബാബായിട്ടാണ് പറയുക. ഇന്ന വിഷയത്തിലെ ഹദീസുകൾ അല്ലെങ്കിൽ ഇന്ന വിഷയത്തിലെ തെളിവുകൾ എന്നൊക്കെ അങ്ങനെയാണ് കിതാബിൽ ഉണ്ടാവുക, ഓരോ അധ്യായമായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ദീനി വിജ്ഞാനത്തിൻ്റെ ഒരു അധ്യായം ഒരാൾ പഠിക്കുന്നതാണ് ഒരാൾ 1000 റക്അത്ത് സുന്നത്തായി നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്നാണ്. ഇതും വളരെ വാദിഹായ കാര്യമാണ്. കാരണം ചില ആളുകൾ അവർ ധാരാളമായി സുന്നത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കാനൊക്കെ നല്ല ആബിദുകളായിരിക്കും, താല്പര്യമുണ്ടാകും. പക്ഷെ അവർക്ക് അറിവൊന്നും ഉണ്ടാവുകയില്ല, പല കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുകയില്ല. എന്നാൽ അയാൾ ഒരു ബാബ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന 1000 റക്അത്തുകളെയും നന്നാക്കാൻ പറ്റുന്ന ഇൽമ അയാൾക്ക് ലഭിക്കും. അപ്പോൾ ആ പഠിക്കുന്ന ഇൽമെന്ന് പറയുന്നത് ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, മുദാക്കറത്തുൽ ഇൽമി സാഅ ഖൈറും മിൻ ഖിയാമിൽ ലൈൽ. ഒരാൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറായ കാര്യമാണ് 1 മണിക്കൂർ അയാൾ ഇൽമിൻ്റെ ചർച്ചയുമായി കൂടിയിരിക്കുക എന്ന് പറയുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള മുദാക്കറ, പരസ്പരം പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനുവേണ്ടി ഒരാൾ 1 മണിക്കൂർ ചെലവഴിക്കലാണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ലഅൻ അഅലമ ബാബൻ മിനൽ ഇൽമി ഫി അംറിൻ ഔ നഹിയിൻ. ദീനിലൊരു വിലക്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൽപ്പനയെക്കുറിച്ചോ ഉള്ള ഒരു അധ്യായം ഞാൻ മനസ്സിലാക്കലാണ്, ഞാൻ പഠിക്കലാണ്, അഹബ്ബു ഇലയ്യ മിൻ 70 ഗസ്വത്തിൻ ഫീ സബീലില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 70ഓളം ജിഹാദുകളിൽ, യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്നാണ്. കാരണം അതിനേക്കാളും വലിയ ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു ബാബ് പഠിക്കുന്നതിനുണ്ട് എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. എന്ന് നോക്കൂ, മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, തദാക്കുറുൽ ഇൽമി ബഅദ ലൈല അഹബ്ബ ഇലയ്യ മിൻ ഇഹ്യാഇഹ. രാത്രി മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു ഭാഗം ഇൽമു പഠിക്കാൻ വേണ്ടി ഒരാൾ മാറ്റിവെക്കലാണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറായിട്ടുള്ളത്, എനിക്കിഷ്ടമായിട്ടുള്ളത് എന്ന് സ്വഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം സഹോദരങ്ങൾ. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ അശ്അരി അദ്ദേഹം ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറയുകയാണ്, ലമജ്ലിസുൻ അജ്ലിസുഹു മിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഔസഖു ഫീ നഫ്സി മിൻ അമലി സന. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ അടുത്ത്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദാണ് അന്ന് ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ളത്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ അടുക്കൽ പോയിട്ട് ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഞാൻ ഇരിക്കുന്നതാണ് എനിക്കൊരു വർഷം അമല് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത്. അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മജ്ലിസ് ഇരിക്കുമ്പോഴാണ് ആയത്തുകളുടെയും ഹദീസുകളുടെയൊക്കെ യഥാർത്ഥ വ്യാഖ്യാനവും അർത്ഥവും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും മനസ്സിലാകാതെ ഇബാദത്തുകൾക്ക് മാത്രം മാറിയിരിക്കുന്ന ഒരാൾക്ക് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മുറാദ് എന്താണ്, ഉദ്ദേശിച്ചത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറാദ് എന്താണ്, ഉദ്ദേശിച്ചത് എന്താണ്, ഇതാണ് ഇൽമെന്ന് പറയുന്നത്. മുറാദുല്ലാഹ് മുറാദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉദ്ദേശിച്ചത് എന്ത്, ഈ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ത്, അടിമകളായ നമ്മൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത്, ഇത് കാണുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ത്, ഇത് പഠിച്ചെടുക്കാനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ആളുകൾ പഠിക്കുന്നത് ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അള്ളാഹുവിൻ്റെ റസൂലും ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പം അത് പഠിക്കാൻ സാധിക്കുക ഇൽമു പഠിച്ച പണ്ഡിതന്മാർക്കാണ്. അപ്പോൾ അവരുടെ അടുക്കൽ പോയി ഒരു കുറഞ്ഞ നേരം ഇരിക്കലാണ് 1 വർഷം ഇതൊന്നും ഇല്ലാതെ ഞാൻ ഇബാദത്തുകളിൽ മാത്രം ഒഴുകുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലഅൻ അതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഫഉഅല്ലിമുഹു മുസ്ലിമൻ. ഞാൻ ദീനിൽ ഒരു ബാബ് പഠിക്കുകയും അതൊരു മുസ്ലിമിനെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ തകൂന ലി അദ്ദുനിയ കുല്ലിഹ അജ്അലുഹാ ഫീ സബീലില്ലാഹി അസ്സ വജൽ. ഞാൻ ദീനിൻ്റെ ഒരു അധ്യായം പഠിക്കുകയും അതൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം. ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് കിട്ടുകയാണ്, ദുനിയാവ് മുഴുവൻ എൻ്റെ കയ്യിലായി, എന്നിട്ട് മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചു. അല്ലേ, നമ്മൾ കുറച്ച് പൈസ ചിലവഴിക്കും, ചില സ്ഥലം ചിലപ്പോൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഇട്ടുകൊടുക്കും. അല്ല, ഇത് ദുനിയാവ് മുഴുവൻ
എൻ്റെ കൈ കിട്ടിയിട്ട് മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തു, ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാൻ ദീനിൽ ഒരു അധ്യായം പഠിക്കുകയും അതൊരു മുസ്ലിമിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറയാണ്. ഇതൊക്കെ ഈ ദീനിൽ ഏറ്റവും വിവരമുള്ള സഹാബികളുടെ കൗലുകളാണ് നമ്മൾ പറയുന്നത്. കാരണം അവർക്കതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഹാബികളുടെ കൗലിന് ഇത്രയും പ്രാധാന്യം? കാരണം അള്ളാഹു തആലയുടെ മുറാദ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളുകൾ സഹാബത്താണ്. കാരണം സഹാബികൾ ഉള്ളപ്പോഴാണ് അള്ളാഹു തആല ഓരോ ആയത്തുകൾ ഇറക്കുന്നത്, അതിൻ്റെ വിശദീകരണം ഇന്നതാണ് എന്ന് ഏറ്റവും നല്ല അവഗാഹമുള്ളത് സഹാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ഹദീസ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം അവർക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മഹാനായ ഇമാം സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തഅല്ലുമു സനത്തിൻ അഫ്ളലു മിൻ ഇബാദത്തി മിഅതൈ സന. ഒരു വർഷം ഒരാൾ ദീന് പഠിക്കാൻ മാറിയിരിക്കലാണ് ഒരാൾ 200 വർഷം ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി. ഒരു വർഷം അയാൾ ജീവിതത്തിൽ ഒരു വർഷം ഇൽമു പഠിക്കാൻ മാറ്റിയിരിക്കലാണ് 200 വർഷം ഇബാദത്തിനായി കഴിച്ചു കൂട്ടുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുഫിയാൻ സൗരി, അതുപോലെ അബൂ ഹനീഫ റഹിമഹുമുല്ലാ ഒക്കെ പറഞ്ഞത് കാണാം, ലൈസ ബഅദൽ ഫറാഇദി അഫ്ളലു മിൻ തലബിൽ ഇൽം. ഇൽമിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നുമില്ല ഫർദിന് ശേഷം. ഫർദാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫർദായ 5 നേരത്തെ നിസ്കാരം, റമളാനിലെ നോമ്പ്, ഇതൊന്നും ഒഴിവാക്കിയിട്ടൊരു സുന്നത്തുമില്ല. പക്ഷേ ആ ഫർദ് കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റു സുന്നത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇൽമ് പഠിക്കാനാണ് എന്നാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇൽമിൻ്റെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസ് അവിടെ കിട്ടുകയാണ്, അയാൾക്ക് വേണമെങ്കിൽ ആ രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ ഇബാദത്തിന് വേണ്ടി പുറപ്പെടാം. അയാൾക്ക് ആ ഇബാദത്തുകളെക്കാളും ഇൽമിൻ്റെ മജ്ലിസിനാണ് പ്രാധാന്യം. അത് ആരാണ് ആ ഇൽമിൻ്റെ മജ്ലിസ്, എത്ര വലിയ പണ്ഡിതനാണ്, അതൊക്കെ അനുസരിച്ചിരിക്കും. അയാൾ പഠിക്കാത്ത കാര്യങ്ങളാണ് എന്നതൊക്കെ അനുസരിച്ച് ഇരിക്കും. ഇനി മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ തന്നെ പറഞ്ഞത് കാണാം, ലാ നഅലമു ശൈഅൻ മിനൽ അഅമാലി അഫ്ളലു മിൻ തലബിൽ ഇൽം വൽ ഹദീസി ലിമൻ ഹസുനത് ഫിഹി നിയ്യതുഹു. ഒരാൾ ഇൽമിനേക്കാളും ശ്രേഷ്ഠമായ ഒരു അമലും എനിക്കറിയുകയില്ല, തൊലബുൽ ഇൽമിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം, ഒരു കർമ്മം എനിക്കറിയുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷർത്തുണ്ട്, ലിമൻ ഹസുനത് ഫിഹി നിയ്യതുഹു. ഒരു നിയ്യത്ത് നന്നാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് നിയ്യത്ത് നന്നാക്കേണ്ടത്? അദ്ദേഹത്തോട് തന്നെ അത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഖീല ലഹു വഅയ്യു ഷൈഇൻ അന്നിയത്തു ഫീ. അതിലെന്ത് നിയ്യത്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, യുരീദുല്ലാഹ് വദ്ദാറൽ ആഖിറ. അള്ളാഹുവിനെ ഉദ്ദേശിക്കണം, ആഖിറത്ത് ഉദ്ദേശിക്കണം, റബ്ബിനെ കണ്ടുമുട്ടണം, പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്ന കാര്യമായിരിക്കണം ചിന്ത. അത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അദബുകളിൽ വരുന്നുണ്ട്. അതുമാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. എങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമലും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആമുഖത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 3 കാര്യങ്ങൾ? ഒന്ന് പറഞ്ഞത് ഇൽമിൻ്റെ ഹുക്കുമാണ്, ഇൽമിൻ്റെ വിധി എന്താണ്, അത് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തത് ഫദ്ലുൽ ഇൽമാണ്, ഇൽമിൻ്റെ ശ്രേഷ്ഠതകളാണ്, അതാണ് ഈ പറഞ്ഞത്, ആയത്തുകളും ഹദീസുകളും സഹാബത്തിൻ്റെ കൗലുകളും. ഇനി ആ മുഖദ്ദിമയിലുള്ള 3-ാമത്തെ കാര്യം, അത് അൽ ഇൽമു അഫ്ളലുൽ അഅമാലി തതവ്വുഇയ്യ. ഇൽമ് സുന്നത്തായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. ഇൽമു സുന്നത്തായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്നുള്ളതിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു സലാത്തു അഫ്ളൽ, അതായത് ഫർള് കഴിഞ്ഞാൽ ഒരാൾ ബാക്കിയുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു സല, ഈ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക, രാവിലെ ആകട്ടെ പകലാകട്ടെ. കാരണം വിലക്കപ്പെടാത്ത സമയത്തൊക്കെ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഒരാൾക്ക് നിസ്കരിക്കാം. ഒരാൾക്ക് ഫ്രീ ആയിട്ടുണ്ട്, അയാൾക്ക് നിസ്കാരമാണ് അഫ്ളൽ എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞു ജിഹാദാണ് അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് അൽ ഇൽമു അഫ്ളൽ. അയാൾക്ക് ഒഴിവ് സമയത്ത് ഇൽമിൽ മുഴുകുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഫർള് കഴിഞ്ഞാൽ സുന്നത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യം ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇതെപ്പോഴാണ്? ഇത് രണ്ടും ഒരുമിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അതിൻ്റെ അർത്ഥം ഒരാൾ ഫർള് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ വേഗം എന്തെങ്കിലും ക്ലാസ്സിന് പോവുക, അല്ലെങ്കിൽ എപ്പോഴും സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല. രാത്രി തീരെ നിസ്കരിക്കാതിരിക്കുക, സുന്നത്തായ നോമ്പുകളൊന്നും എടുക്കാതിരിക്കുക, അങ്ങനെയല്ല. ഇത് തസാഹുമുകൾ വരും ദീനിൽ. അത് വേറൊരു ഫിഖ്ഹാണ്. ഏതാണ് മുന്തിക്കേണ്ടത് എന്നുള്ളത്. ഒരാൾക്കിപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം വരികയാണ്, ഒരു യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇൽമു പഠിക്കാൻ അവസരമുണ്ട്, അന്ന് സുന്നത്ത് നോമ്പ് എടുക്കുക. ചില നോമ്പ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് പ്രയാസം വരും. അപ്പോൾ ചിന്തിക്കണം ഏതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി എനിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ, ഇതിനു വേണ്ടി യാത്ര ചെയ്യുകയാണെങ്കിൽ അതാണ് അഫ്ളൽ. അപ്പോൾ എനിക്ക് ആ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ അതിൽ പ്രയാസമില്ല, കാരണം അതിനേക്കാൾ അഫ്ളലായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇൽമു പഠിക്കുക എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു സുന്നത്തും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. മറിച്ച് ഇൽമു പഠിക്കുന്ന ആളുകൾ സുന്നത്ത് എടുക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അദബുകളിൽ
വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അത് ദീനി വിജ്ഞാനം പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക, ദീനി വിജ്ഞാനം പഠിക്കുക എന്നുള്ളതാണ് ചുരുക്കം. ഇനി ആ ഇൽമ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമാണ്. കിതാബുല്ലാഹ് വസുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദീനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും, ഇതാണ് ഇൽമെന്ന് പറയുന്നത്. ഇതല്ലാത്തതൊന്നും ഇൽമില്ല. ആ ഇൽമിൽ പ്രധാനമായ എന്താണ്, ആ ഇൽമിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2 രൂപത്തിലുള്ള ഇൽമാണ് അതിലുണ്ടാവുക. 2 രൂപത്തിൽ ഇൽമാണ്. ഒന്ന് ഉമൂറുൻ ഖബരിയ ഇൽമിയ ഇത്തിഖാദിയ, വിശ്വാസപരമായ കാര്യങ്ങൾ. അത് ഖബരിയാണ്, അതായത് അതിനെക്കുറിച്ച് ഇങ്ങനെ അറിയിച്ചു തരികയാണ് ചെയ്യുക. അത് കാര്യങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന് ഖബർ, ഒന്ന് ത്വലബ് എന്ന് പറയും. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറയാം, അപ്പോൾ അത് അതുപോലെ വിശ്വസിക്കുക. അതാണ് ഇത്തിഖാദിയായ കാര്യങ്ങൾ. അത് നമുക്ക് വേറെ ചോദ്യം ചെയ്യാനോ വേറെ അതിനെക്കുറിച്ച് ഇജ്തിഹാദ് ചെയ്യാനോ ഇല്ല. അത് കേട്ടാൽ അതുപോലെ വിശ്വസിക്കുക. രണ്ടാമത്തത് ഉമൂറുൻ ത്വലബിയ അമലിയ, അള്ളാഹു താല നമ്മളോട് വിലക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൽപ്പിച്ച കാര്യങ്ങൾ, അതാണ് ത്വലബ് എന്ന് പറയുന്നത്. അത് ഫിഖ്ഹാൻ, മസായിലുൽ ഫിഖ്, നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ, സക്കാത്തിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ, ഇത്തിഖാദ്, അതുപോലെ തന്നെ ഫിഖ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇബാദത്തുകൾ ചെയ്യുക, വിശ്വാസം ശരിയാക്കുക, അതിനനുസരിച്ച് അമലുകൾ ചെയ്യുക. രണ്ടും ഒരാൾക്ക് ആവശ്യമാണ്. വിശ്വാസം നന്നാക്കണം, അമലുകൾ ചെയ്യണം. ഒരാൾക്ക് വിശ്വാസ കാര്യങ്ങൾ അറിയാം, പക്ഷേ നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ കാര്യമില്ല. ഒരാൾക്ക് നിസ്കരിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ വിശ്വാസ കാര്യങ്ങളില്ലെങ്കിലോ രണ്ടും കാര്യമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ്. ബാക്കിയുള്ള എല്ലാ ഇൽമുകളും ഇതിന് സഹായകമാകുന്ന ഈ കാര്യങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഹദീസ് നിദാന ശാസ്ത്രം നമ്മൾ പഠിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഹദീസുകൾ അത് സഹിഹാണോ ദഈഫാണോ എന്ന് വേർതിരിച്ച് പഠിക്കാനാണ് ആ കാര്യങ്ങൾ വരിക. അതുപോലെ തന്നെ ഫിഖ്ഹിലും അതിൻ്റെ നിദാന ശാസ്ത്രമുണ്ട്, ഉസൂൽ ഫിഖ്. അത് ഓരോ ആയത്തിൽ നിന്നും ഹദീസുകളും ഇത് വാജിബാണോ മുസ്തഹബാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്. ഇനി നമ്മൾ സീറ പഠിക്കുന്നതും ഒക്കെ അതിൽ നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളോ മറ്റോ ഉൾക്കൊള്ളാനാണ്, ഈമാൻ വർദ്ധിക്കാനാണ്. അതല്ലാതെ വേറൊരു ബന്ധമില്ലാത്ത കാര്യമല്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇഅ്തിഖാദ്, 2 ഈ ഫിഖ്ഹാണ്. 1 വിശ്വാസം, 2 കർമ്മശാസ്ത്രം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അവസാനത്തൊരു അധ്യായം കൂടി വായിക്കണം. ഇത് കിതാബ് കുറച്ച് വലുതാണ്, നമുക്കത് പൂർണ്ണമായി ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവസാനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഏതൊക്കെ കിതാബ് ഓരോ ഫന്നിലും, അതായത് ഭാഷയിലാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം, അഖീദയിലാണ് എന്തൊക്കെ പഠിക്കണം, ഫിഖ്ഹിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ആ പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇതൊക്കെയാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. മറിച്ച് അവസാനം അദ്ദേഹം കൊടുത്തൊരു ആദാബുൽ മുതഅല്ലിം, പഠിക്കുന്ന ആൾക്കുണ്ടാകേണ്ട മര്യാദകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുകൂടി വായിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് നിർത്തുകയാണ്. അപ്പോൾ അതിൽ ഏതാനും പ്രധാനപ്പെട്ട ചില മര്യാദകളാണ് കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് മര്യാദകൾ പഠിക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. നഹ്നു ഇല കസീരിൻ മിനൽ അദബി അഹ്വജു മിന്ന ഇല കസീരിൻ മിനൽ ഹദീസ്. ഒരുപാട് ഹദീസുകൾ, അന്ന് ഇൽമ് ആണ് ഉദ്ദേശിക്കുന്ന ഹദീസ്. അപ്പോൾ ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ വാരിക്കൂട്ടുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് അദബാണ്. മര്യാദ ഒരാൾക്ക് അത്യാവശ്യമുണ്ട്. ഒരാൾക്ക് മര്യാദ ഇല്ല, ആ മര്യാദകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയാണ് ഇൽമിൻ്റെ മര്യാദകൾ എന്നുള്ളതിന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം അതില്ലാതെ ഒരുപാട് ഹദീസുകൾ നീ റിവായത്ത് ചെയ്യുന്നത് കൊണ്ടോ, ഒരുപാട് ഹദീസുകൾ നീ ശേഖരിച്ച് വെക്കുന്നത് കൊണ്ടോ, ഒരുപാട് ഇൽമ് നീ തലയിൽ കയറ്റി വെക്കുന്നത് കൊണ്ടോ കാര്യമില്ല. മറിച്ച് ഈ മര്യാദകൾ നിനക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരുപാട് സലഫുകൾ ഈ രൂപത്തിൽ ദീനി വിറ്റാരം നേടുന്ന സമയത്ത് ഉണ്ടാകേണ്ട മര്യാദകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം ഹുസ്നു നീയ, നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്. ആ നീയത്ത് നന്നാക്കുക എന്ന് പറയുന്ന സഹോദരങ്ങളെ, അത് 2 കാര്യങ്ങളുണ്ട്. നീയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ആ ദീന് പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് ദീനെന്നല്ല, ഇൽമെന്നല്ല, അള്ളാഹു താല ദീൻ മുഴുവനും അള്ളാഹു താലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഇബാദത്ത് മുഴുവൻ, ഇൽമൊരു ഇബാദത്താണ്, ദീന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. അപ്പം അള്ളാഹു താലയ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്യാനല്ലാതെ ഒരു ഇബാദത്തും അള്ളാഹു താല ദീനിൽ നിശ്ചയിച്ചിട്ടില്ല. മുഴുവൻ ഇബാദത്തും അള്ളാഹു നിശ്ചയിച്ചത് അവന് വേണ്ടി മാത്രം ആയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രാധാന്യമായ കാര്യം. ഈ ഒരു അദബ് ഒരാൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഇൽമ അവന് ഉപകരിക്കുകയില്ല. ഈ കാര്യം അവൻ പാലിക്കാതെ നീയത്ത് മറ്റെന്തെങ്കിലും ആയിപ്പോയാൽ അവൻ പഠിക്കുന്നത് പാഴായിപ്പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രേഷ്ഠതകളൊന്നും ലഭിക്കുകയില്ല.
ഈ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാകുന്ന സമയത്ത് ഇത് കിട്ടണമെങ്കിൽ ഈ മര്യാദയോടുകൂടി പഠിക്കണം. ഈ മര്യാദ ഇല്ലാതെയാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ശ്രേഷ്ഠത അയാൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു കാര്യത്തിന് ഹുസ്നു നിയ്യ അഥവാ ഇഖ്ലാസ് അള്ളാഹു താലക്ക് വേണ്ടി മാത്രമാകുക എന്നുള്ളതിനെ തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തിരിച്ചറിയണം. എന്നാലാണ് നമുക്ക് നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നന്നായി ഇഖ്ലാസ് ഉള്ളവനാവുക എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിന് വിരുദ്ധമാകുന്ന അല്ലെങ്കിൽ ഇഖ്ലാസിന് കോട്ടം തട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരിയ ആണ്. ലോകമാന്യത എന്ന് പറയും. ലോകമാന്യം ആളുകളെ കാണിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെട്ട ഒരു കാര്യമാണ് അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഈ ഉമ്മത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് ഷിർക്കുൻ അസ്ഗറാണ് എന്നാണ്. ഈ ഉമ്മത്ത് മുഴുവനും വിഗ്രഹങ്ങൾ ആരാധിക്കും എന്നുള്ളത് അവിടുന്ന് ഭയപ്പെട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയുമില്ല. ഈ ഉമ്മത്ത് മുഴുവനായിട്ട് ഷിർക്കിലെത്തുകയില്ല. ഒരു ത്വായിഫത്തുൽ മൻസൂറ എന്നും ഉണ്ടാകും. ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പക്ഷേ എല്ലാവരിലും ഭയപ്പെട്ട കാര്യം അശ്ശിർക്കുൽ അസ്ഗർ സംഭവിക്കുമെന്നുള്ളതാണ്. അത് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കും ഭയപ്പെടേണ്ട കാര്യമാണത്. എന്താണത്? അവൻ്റെ പ്രവർത്തനം. ഇതിനെക്കുറിച്ച് എന്താണ് ആ ഷിർക്കുൻ അസ്ഗർ എന്നുള്ളത് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു എന്താണ് ഷിർക്കുൻ അസ്ഗർ? അവിടെ പറഞ്ഞ റിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ദീന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് അമലായാലും, പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറയുന്നത് അമലുകൾ രണ്ട് രൂപത്തിലാണുള്ളത്. അമലുകൾ ഒന്ന് ഖാസിറായ സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അമലുകളുണ്ട്. ഒരുവൻ്റെ നിസ്കാരം, അതിലൊക്കെ നിയത്ത് വേണം, എല്ലാത്തിലും നിയത്ത് വേണം. നിസ്കാരം, നോമ്പ്, ഇതൊക്കെ സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. പുറത്തേക്ക് എത്തുന്ന അമലുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾ ഇൽമു പഠിക്കുക, ജിഹാദ്, ആളുകൾ സഹായിക്കുക. ഇങ്ങനെയുള്ള അമലുകൾക്ക് കൂടുതൽ നിയത്ത് നന്നാക്കേണ്ടതുണ്ട്. കാരണം പുറത്തുള്ള ആളുകൾ അറിയാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പം ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞ ഒരാൾക്ക് ആരും അറിയാതെ എവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചോളന്നില്ല. അതിനുവേണ്ടി യാത്ര പുറപ്പെടണം, അതിനുവേണ്ടി മജ്ലിസുകളിൽ ഇരിക്കണം. അപ്പോൾ അവൻ്റെ ചുറ്റും ആളുകളുണ്ടാകും. പുറമെ ആളുകൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷേ രാത്രി നിസ്കാരം ചിലപ്പോൾ ആർക്കും അറിയാതെ നിസ്കരിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അറിയാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് എത്തുന്ന കാര്യം, അതിന് നിയത്ത് നന്നാക്കേണ്ടതുണ്ട്. അതിനാണ് കൂടുതൽ പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. മഹാനായ സുഫിയാൻ സൗരി, അദ്ദേഹം ഇബാദത്തിലും എൽമിലും ഒക്കെ തഖ്വയിലൊക്കെ അങ്ങേറ്റം അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മാ ആലജു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയത്തി ഇന്നഹ തഖ്ലുബു അലൈഹി. നിയത്തിനേക്കാളും ഞാൻ നന്നാക്കാൻ പ്രയാസപ്പെട്ട മറ്റൊന്നുമില്ല. അതെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ നന്നാക്കാൻ ഉദ്ദേശിക്കും വേറെ എന്തെങ്കിലും രൂപത്തിൽ വേറൊരാളെ കാണിക്കാൻ തോന്നിപ്പിക്കും. ചിലപ്പോൾ അത് നമ്മൾ നാവ് പറയും, അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കും. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മൾ ആളുകളെ കാണിക്കാൻ, ആളുകളുടെ മദ്ഹ്, ആളുകളുടെ പുകഴ്ത്തൽ, ആളുകളുടെ പ്രശംസ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഖ്ലാസിനെ തകർക്കുന്ന ഒന്നാമത്തെ കാര്യം റിയ ആണ്. രണ്ടാമത്തത് അൽ ഉജ്ബ്. ഉജ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തത്തിനെക്കുറിച്ച് അത്ഭുതം കൂറുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റിയാവും ഉജ്ബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാഇനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് റിയാ ഇഷ്റാഖുൻ ലിൽ ഖൽഖി മഅ അല്ലാഹി ഫിൽ ഇബാദ. ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് ഒരാൾ എന്ത് ചെയ്യുകയാണ്? അതിന് ഒരു ഓഹരി കൊടുക്കലാണ്. അതായത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. പക്ഷേ അള്ളാഹു കാണാൻ വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അത് വേറൊരാൾ കൂടി കാണാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പടപ്പുകളിലാണ് അവൻ പങ്കു ചേർത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരാൾ പുറത്തു പോവുകയില്ലെങ്കിലും അവൻ്റെ അമലുകൾ ബാത്തിലായിപ്പോവും, ഇല്ലാതായിപ്പോവും. എന്നാൽ ഉജ്ബ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത് എന്നതിൽ നിന്നും മാറി സ്വന്തത്തിലൊരു അത്ഭുതം. ഇപ്പം ഞാൻ ഒരുപാട് പഠിച്ചു, പ്രത്യേകിച്ച് ഇൽമിൻ്റെ കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെക്കാളും അറിവില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റും കാണും. നമ്മളതിന് ഇബാദത്ത് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറേ നിസ്കാരം ഉണ്ടാവും, നമ്മളെക്കാളും നിസ്കാരം ഇല്ലാത്ത ആളുകൾ കാണും. അപ്പോൾ ആ കാണുന്ന സമയത്ത് നമുക്ക് അവരെക്കാളും എനിക്കെന്തോ ഒരു ഫضലുണ്ട് എന്നൊരു തോന്നൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് ഉജ്ബാണ്. അവരെക്കാളും എന്തോ ഒരു ശ്രേഷ്ഠത എനിക്കുണ്ട്. അങ്ങനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടുന്ന് ദിവസത്തിൽ എന്തിനാണ് ഇത്രയും അധികം ഇസ്തിഗ്ഫാറുകൾ തേടിയിട്ടുള്ളത്? സ്വഹാബത്ത് എന്തിനാണ് ഇത്രയും അധികം ഇസ്തിഗ്ഫാറുകൾ തേടിയിട്ടുള്ളത്? അവർക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാനും പാടില്ല. അങ്ങനെ തോന്നുക എന്നുള്ളത് നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം. പണ്ഡിതന്മാർ പറയും ഒരാൾ റിയായിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രദ്ധിക്കും, ചിലപ്പോൾ ഉജ്ബിലേക്ക് എത്തും. ഉജ്ബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമ്പോൾ ഒരാൾ ആരും കാണാതൊക്കെ അമൽ ചെയ്യും, ആരും അറിയില്ല. ഒരാളും കാണാതെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും അമൽ ചെയ്യുക. രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കും,
അല്ലെങ്കിൽ ആൾ കാണാത്ത സമയത്തൊക്കെ ഒരുപാട് ഖുർആൻ ഓതും, അങ്ങനെയുള്ള സ്വതക്കുകളൊക്കെ ചെയ്യും. ആരും കാണാതെ റിയാലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ പിശാച് അവൻ ഉജുബിലേക്ക് എത്തിക്കും. അങ്ങനെ ആളെ മുമ്പിലൂടെ നടക്കുമ്പോൾ അവൻ സാധാരണ പോലെ നടക്കുന്നതായിരിക്കും. പക്ഷേ അവൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ഇവരെക്കാളൊക്കെ എത്രയോ ഇവരൊക്കെ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന ആൾക്കാരും ഒന്നും പഠിക്കാത്ത ആൾക്കാരും അങ്ങനെ പൈസ ഉണ്ടായിട്ടൊന്നും ചെയ്യാത്ത ആൾക്കാർ, ഞാനിങ്ങനെ കുറേ സഹായിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ പിശാച് തോന്നിപ്പിച്ച് നമ്മളൊരു തിരക്കേടില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ വരും. ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര ഇബാദത്ത് ചെയ്താലും അവൻ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊണ്ടാണ് അവൻ ചെയ്യാൻ സാധിച്ചത്. ഇതൊക്കെ റബ്ബ് എനിക്ക് അനുഗ്രഹിച്ചത് കൊണ്ടാണ്, റബ്ബിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്നവൻ മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞല്ലോ, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് ഹിദായത്ത് ചെയ്തത്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്തു, നിൻ്റെ കഴിവുകൊണ്ട് ചെയ്തു എന്ന് നീ വിചാരിക്കാൻ പാടില്ല. നിനക്ക് നന്മകളെ ഇഷ്ടപ്പെടാൻ, നിനക്ക് തിന്മകളെ വെറുക്കാൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് വിശ്വാസത്തെ നിങ്ങൾക്ക് പ്രിയങ്കരമായി തീർത്തത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കത് ഭംഗിയുള്ളതാക്കി തീർത്തത്, നന്മകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് അള്ളാഹു ആണ് സഹായിച്ചത്. വക്കറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. നമുക്ക് കുഫറിനെ വെറുപ്പുണ്ട്, നമുക്ക് തിന്മകളെ വെറുപ്പുണ്ട്, മാസിയത്തുകളൊക്കെ വെറുപ്പുണ്ട്, അതൊക്കെ അള്ളാഹുവാണ് നിനക്ക് നൽകിയത്. ഉലൈക ഹുമുർ റാഷിദൂൻ. അങ്ങനെയുള്ള ആളുകളാണ് സന്മാർഗികളായ ആളുകൾ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഫദ്ലും അവൻ്റെ റഹ്മത്തും കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അള്ളാഹുവാണ് എനിക്ക് തൗഫീക്ക് നൽകിയത്. നമ്മളിവിടെ പറയുന്ന സമയത്ത് ഇൽമിനോട് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ട്, ഇൽമിൻ്റെ മജ്‌ലിസിൽ ഇരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്, ദീന് പഠിക്കുമ്പോൾ സന്തോഷമുണ്ട്, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് തോന്നേണ്ടത് ഇത് അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകിയതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. ഈ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന് ഉജുബുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു കൊടുക്കുന്നത്. കാരണം ഇതും ഉജുബും തമ്മിലുള്ള വ്യത്യാസം ചെറുതാണ്. ഉജുബുണ്ടാകുന്നവൻ ഇതെല്ലാം സ്വന്തത്തിലേക്ക് ചേർക്കും, എന്നാൽ ഉജുബിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഇത് അള്ളാഹുവിലേക്ക് ചേർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, എൻ്റെ ചുറ്റുമുള്ള പല ആളുകൾക്കും ഇൽമിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പ്രാധാന്യമില്ല, അവർക്ക് അതിനോടൊരു താല്പര്യമില്ല. അള്ളാഹു എനിക്ക് നൽകിയല്ലോ, അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് യാതൊരു പ്രയാസവും എനിക്ക് നൽകിയിട്ടില്ല, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്നവൻ ചിന്തിക്കും. അല്ല, അത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് ചുറ്റുമുള്ള ധാരാളം ആളുകൾ, അവർക്ക് ഇൽമിൻ്റെ ഒരു മജ്‌ലിസ് വേണ്ട, ഒരു മിനിറ്റ് ഇൽമിയായ ഒരു കാര്യം കേൾക്കാൻ ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ സാധിക്കില്ല, അവർക്ക് കേൾക്കൂല. ഇൽമിയായ കാര്യങ്ങളാണെങ്കിൽ അവർ തട്ടിക്കളയും. അവർക്ക് സംഗീതമോ സിനിമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ മണിക്കൂറുകൾ അതിനുവേണ്ടി ഇരിക്കും, അവർക്ക് പ്രയാസം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ രാത്രി മണിക്കൂറുകൾ ഉറങ്ങാതെ ക്രിക്കറ്റ് കളി കാണാനും ഫുട്ബോൾ കളി കാണാനും യാതൊരു പ്രയാസമില്ല. എന്നാൽ ഇൽമിയായ ഒരു മജ്‌ലിസ് മണിക്കൂർ, രാത്രി മുഴുവൻ ആരും പറയുന്നില്ല, ഇശാക്ക് ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒരു മണിക്കൂർ അരമണിക്കൂർ ചിലപ്പോൾ അതിന് സാധിക്കുകയില്ല, ഭയങ്കര തിരക്കുകൾ തോന്നും, പ്രയാസങ്ങൾ തോന്നും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കിടയിൽ നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇൽമിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തആല നൽകിയ ഔദാര്യമാണ്, അള്ളാഹു എനിക്ക് അങ്ങനെ നൽകി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ ചിന്തിക്കാതെ നമ്മളത് സ്വന്തത്തിലേക്ക് ചേർക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാനങ്ങനെയൊക്കെ ചെയ്യാൻ, ഞാനങ്ങനെ വലിയ ആളായിട്ടാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചെയ്താൽ അത് ഒരു തരത്തിലുള്ള കുഫ്റുൻ നിഅമയാണ്, അള്ളാഹു തആലയുടെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കലാണ്. കാരണം അള്ളാഹുവാണ് ചെയ്തത്, എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ചേർക്കാതെ സ്വന്തത്തിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അള്ളാഹു തആല പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അള്ളാഹു തആലയിലേക്ക് തന്നെ അത് ചേർത്ത് അള്ളാഹുവിനോട് തന്നെ ശുക്ർ പറയുക, എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വല ഇൻ കഫർത്തും, നിങ്ങളതല്ല നിഷേധിക്കുകയാണ്, അതിന് അനുഗ്രഹത്തിലൂടെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനമായതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസ് ഹഫിളഹുല്ലാ, അദ്ദേഹം ഒരു പണ്ഡിതൻ, ഇപ്പോൾ കഴിഞ്ഞ ഷെയ്ഖ് സഅദിയുടെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറിയപ്പെട്ടൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഷെയ്ഖ് അൽ ഖുസൈമി എന്ന് പറയും. ഉസൈമി അല്ല, ഖുസൈമി, ഖാഫ്. അപ്പോൾ ഇദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇയാൾക്കൊരു കിതാബുണ്ടായിരുന്നു, അൽ ഫസ്ലുൽ ഹാസിമു ബൈനൽ വഹാബിയീൻ വ മുഖാലിഫീഹിം. വഹാബികളും അവർക്ക് എതിരായിട്ടുള്ള ആളുകൾക്കും ഉള്ള ഒരു അൽ ഫസ്ലുൽ ഹാസിം, അവർക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊണ്ട്. അതായത് ഇതിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ദാവത്തിനെ കുറിച്ച് പുകഴ്ത്തുകയും അതുപോലെ തന്നെ അൽ മലിക് അബ്ദുൽ അസീസിൻ്റെ ഭരണാധികാരിയെക്കുറിച്ച് പുകഴ്ത്തുകയും, അങ്ങനെ എന്തുകൊണ്ടാണ് സൗദി ഭരണകൂടത്തിനെതിരെയും മുഹമ്മദ് അബ്ദുൽ വഹാബിനെതിരെയും ഒക്കെ മിസ്റിലുള്ള അസ്ഹറിലെ ഉലമാക്കളും
അങ്ങനെയുള്ള ആളുകളൊക്കെ ശത്രുതയും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തിയത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. നല്ല അങ്ങനെ ആ വിഷയത്തിൽ അഹ്ലുസുന്നെ സഹായിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്നു, ഈ കിതാബിൻ്റെ അവസാനത്തിലൊക്കെ ഇദ്ദേഹം കുറച്ച് ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്, കവിതകൾ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയിൽ ഇദ്ദേഹം സ്വന്തത്തെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തുന്നതൊക്കെ കാണാൻ സാധിക്കും. ഈ ഖുസൈമി എന്ന് പറയുന്ന ആളാകട്ടെ സ്വന്തത്തെക്കുറിച്ച് പുകഴ്ത്തുന്നതിൽ വലിയ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് റൈസ് പറയുകയാണ്, വല്ലാഹു ആലം, ഒരു പക്ഷേ ഇതായിരിക്കാം വഖദ് യഖൂലുൽ ഉജ്ബു വല്ലാഹു ആലം സബബു ഇർതിദാദിർ റജുൽ, ഇയാൾ മുർത്തദായി പോയിട്ടുണ്ട്, നഊദു ബില്ലാഹ്, വഖുഫ്രിഹി വഖുറൂജിഹി അനിദ്ദീൻ, ഇങ്ങനെയൊക്കെ എഴുതിയ ആളാണ്. തൗഹീദിന് വേണ്ടി സംസാരിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ദഅവത്തിനെക്കുറിച്ച് പുകഴ്ത്തിയ, മലിക് അബ്ദുൽ അസീസിൻ്റെ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്തിയ, ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ്. ഷെയ്ഖ് റൈസ് അദ്ദേഹത്തിൻ്റെ ഒരു വന്ന് പറയുകയാണ്, അതായത് സാധ്യത ഉണ്ട് എന്നുള്ള നിലക്ക്. ഇയാൾ എപ്പോഴും ഇയാൾ ഇൽമിനെക്കുറിച്ചും ഇയാളുടെ അറിവിനെക്കുറിച്ചൊക്കെ സ്വന്തമായി പുകഴ്ത്തുകയും അത് എഴുതുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു വേള ഉജ്ബ് എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യം ആയിരിക്കാം ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായത് എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറിച്ച് നമുക്ക് കിട്ടുന്ന നിഅമത്തുകൾ മുഴുവൻ അത് അല്ലാഹു തആലയുടെ നിഅമത്താണ്, അവൻ്റെ ഫദ്ലാണ് എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ റിയാദ് എങ്ങനെയാണോ നമ്മൾ അമലുകളെ ബാത്തിലാക്കി കളയുന്നത്, അതുപോലെ ഉജ്ബും ബാത്തിലാക്കി കളയും. നമ്മൾ അറിയാതെ വരുന്ന കാര്യമാണ്, അതിനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇഖ്ലാസിനുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുക. ഇഖ്ലാസിന് കോട്ടം തട്ടുന്ന രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം ഇത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം ഇറാദത്തു ദുനിയ, ദുനിയാവിനെ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ദുനിയാവ് ഉദ്ദേശിക്കുക. നമ്മൾ ഈ ഇബാദത്ത് ഏതുമാകട്ടെ, നമ്മളിപ്പോൾ ഇൽമിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, എല്ലാ ഇബാദത്തിനും ഇത് ബാധകമാണ്. നമ്മൾ പഠിക്കുന്ന ഇൽമാകട്ടെ, ഇൽമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദുനിയാവിൽ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അവൻ്റെ ഉദ്ദേശം. അല്ലാതെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ, ഇൽമിലൂടെ കിട്ടേണ്ട ശ്രേഷ്ഠതകൾ ഇതൊന്നുമല്ല. അവൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു ദുനിയാവിൽ അള്ളാഹു എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത്, അങ്ങനെ ദുനിയാവിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ദുനിയാവിലെ ഐഹികമായ ജീവിതത്തിലെ നേട്ടമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അലങ്കാരമാണ് ഉദ്ദേശിക്കുന്നത്, നുവഫി ഇലൈഹിം, അവൻ നാം അത് നൽകുന്നതാണ്. നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒന്നും കുറവ് നൽകുകയില്ല. ദുനിയാവാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുനിയാവിലുള്ള കാര്യങ്ങൾ അള്ളാഹു ദുനിയാവിൽ പൂർണ്ണമായി നൽകും. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, നാളെ ആഖിറത്തിൽ നരകമല്ലാതെ അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനു യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അത് പൊളിഞ്ഞു പോകുന്നതാണ്, അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നിരർത്ഥകമായി ബാത്തിലായി തീരുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കിതാബ് തൗഹീദിലൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബാബു ഇറാദത്തിൽ ഇൻസാനി ബി അമലിഹി അദ്ദുന്യ, ഒരു മനുഷ്യൻ അവൻ്റെ അമല് കൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിക്കുന്നു, ദുനിയാവിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് അദ്ദേഹം കൊടുത്ത് തൗഹീദിനെതിരായ കാര്യമാണത്. കാരണം അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇത് ചില സമയത്ത് മുഴുവൻ അതാണെങ്കിൽ അവൻ ഷിർക്കുൻ അക്ബർ തന്നെ ആകും. ചെയ്യുന്ന പ്രവർത്തനം മൊത്തം ദുനിയാവിയായ കാര്യം. അപ്പോൾ നമ്മൾ ദീനിൻ്റെ ഏതൊരു അമലാകട്ടെ, ഇവിടെ പ്രത്യേകിച്ച് ഇൽമാണ് പറയുന്നത്, അത് ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരാൾ പഠിക്കുന്നത്. ഒരാൾക്ക് വേറൊരു ചിന്തയുമില്ല, ഇൽമായ കാര്യങ്ങൾ പഠിക്കുന്നു, അതുകൊണ്ട് ഒരാൾ ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുകയാണ്. അത് അയാളുടെ അമലുകളെ ബാത്തിലാക്കി കളയും, ഇഖ്ലാസിനെ കോട്ടം തട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. അതായത് ഹുസ്നുൻ നിയ്യയിലെ ഒന്നാമത്തെ കാര്യമാണ് ഇഖ്ലാസ് പറഞ്ഞത്. ഹുസ്നുൻ നിയ്യ, നിയ്യത്ത് നന്നാക്കുക. നമ്മൾ പറഞ്ഞു രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ഇഖ്ലാസാണ്. ആ ഇഖ്ലാസിലാണ് ഇഖ്ലാസിന് കോട്ടം പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് റിയാ ആണ്, രണ്ട് ഉജ്ബാണ്, മൂന്ന് ഇറാദത്തുൽ ദുനിയ, ദുനിയ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇനി ഹുസ്നുൻ നിയ്യയിലെ രണ്ടാമത്തെ കാര്യം, അതായത് നിയ്യത്ത് നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അത് അദ്ദേഹം വിശദീകരിക്കുന്നത് രണ്ട് കാര്യമുണ്ട്. രണ്ട് കാര്യം ഒരാൾ മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. ഒരാൾ നിയ്യത്ത് നന്നാകണം, ഈ രണ്ട് കാര്യം കരുതണം. എന്താണത്? അൻ യർഫ അൽ ജഹല അൻ നഫ്സി, നിയ്യത്ത് നന്നാണ് ചിന്തിക്കേണ്ട കാര്യം, എനിക്ക് അറിവില്ലാത്തവനാണ്, എൻ്റെ അറിവ് കേട് എന്നിൽ നിന്ന് ഉയർത്തണം, എനിക്ക് പഠിക്കണം. രണ്ട്, അൻ യർഫ അൽ ജഹല അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണല്ലോ ഇത്, ഇവരുടെ അറിവ് കേടിനെ എനിക്ക് സാധിക്കുന്നത്ര ഉയർത്തണം, അതായത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് ഇതേ കാര്യം ചോദിച്ചിട്ടുണ്ട്. ലിമൻ അത്ലുബുൽ ഇൽം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൽമു പഠിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ലിറഫ് ഇൽ ജഹലി അൻ അൻഫുസിന വ അനിന്നാസ്, നമ്മളിൽ നിന്നും അതുപോലെ ജനങ്ങളിൽ നിന്നും ജഹലിനെ ഉയർത്താനാണ്, അറിവില്ലായ്മ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഹുസ്നുൻ നിയ്യത്ത് നന്നാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജഹൽ ഒഴിവാക്കാനാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിവില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പഠിച്ചത്
അറിവില്ലാത്തവനായിക്കൊണ്ടാണ്. ഭൂമിയിൽ നിന്ന് വരുന്ന സമയത്ത് അറിവോടുകൂടി ഒരാളും വന്നിട്ടില്ല. എല്ലാ മനുഷ്യന്മാരും, മുഴുവൻ മനുഷ്യന്മാരും അവർ പ്രസവിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഒരു അറിവുമില്ല. പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സ്വന്തത്തിലുള്ള ജഹല് ഒഴിവാക്കണം. ഇൽമ് പഠിച്ചാലല്ലാതെ ഒഴിവാവുകയില്ല. അതുപോലെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് ചിന്തിച്ചാൽ നമ്മൾ നിയത്ത് നന്നാകും. അതല്ലാതെ നമ്മളെ അറിവുകൾ അവിടെ ഉണ്ട്, നമ്മുടെ അറിവുള്ളതുപോലെ ആളുകളെ കാണിക്കണം, അല്ലെങ്കിൽ ദുനിയാവ് നേടണം, ഇങ്ങനെയുള്ള ചിന്തകളായാൽ ഇതിനെതിരായ കാര്യമായി മാറി എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അദബായി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സമയം വല്ലാതെ കൊണ്ടുപോയോ? എന്ത് ഇനി ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടാവും എടുക്കാല്ലേ. രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഇത്തിബാഇ വ തർക്കിൽ ഇബ്തിദാ. ഇൽമു പഠിക്കുന്ന ആൾക്കുണ്ടാകേണ്ട മര്യാദയാണ്. ഇപ്പോൾ ലോകത്ത് പലരും ഇൽമു പഠിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. ഇൽമു പഠിക്കുന്ന ഒരുപാട്, എല്ലാവർക്കും ഉള്ള നസീഹത്താണ് ഇത്, എല്ലാവർക്കുമുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല രൂപത്തിലെ ആൾക്കാർ പല മർക്കസുകളിൽ, പല ജാമ്യകളിൽ പല രൂപത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ പല വിദ്യാർത്ഥികളും വരുത്തുന്ന ഒരു അബദ്ധമാണ്. എന്താണത്? അവർ സുന്നത്തിനോടനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കുകയല്ല ചെയ്യുക, മറിച്ച് പല ബിദ്അത്തുകളും അവരിൽ കാണാൻ സാധിക്കും. ഒരു ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട കാര്യമാണ് ഹുസ്നുൽ ഇത്തിബാ. അവൻ്റെ ഇബാദത്തുകളിൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പിൻപറ്റണം. വ തർക്കുൽ ഇബ്തിദാ, പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മാർഗ്ഗങ്ങൾ, അമലുകൾ ചെയ്യുന്നത് അവൻ ഉപേക്ഷിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ, സംസാരങ്ങളിൽ പറയുമായിരുന്നു, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും ഖൈറായ സംസാരം അള്ളാഹുവിൻ്റെ സംസാരമാണ്. വ ഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഖൈറായ ചര്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്. വ ശർറൽ ഉമൂരി മുഹദസാതുഹ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. വ കുല്ല ബിദ്അത്തിൻ ളലാല. പുതുതായി ഉണ്ടാക്കിയതെല്ലാം വഴികേടാണ്. കുല്ല ബിദ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ല ബിദ്അ, എല്ലാ ബിദ്അത്തും എന്നാണ് പറഞ്ഞത്. ഒരു ബിദ്അത്തും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ ഇസ്തിലാഹൻ, അതായത് സാങ്കേതികത്വത്തിൻ്റെ ഭാഷയിൽ ബിദ്അത്ത് 2 രൂപത്തിലുണ്ട്, ഹസനത്തുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അതിനെ എതിർത്തത് ഈ ഹദീസിൻ്റെ ഭാഗം വെച്ചിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബിദ്അത്തിൽ ഹസനത്ത് വേറെ സയ്യിഅത്ത് വേറെ എന്ന് വേർതിരിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് ഒറ്റ വാക്കാണ്, കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ആ ബിദ്അത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, അള്ളാഹു ഖുർആനിൽ പറയാത്ത രൂപത്തിൽ ഇബാദത്തുകൾ അർപ്പിക്കലാണ്. അതാണ് ബിദ്അത്ത്. അതല്ലാതെ ഒരാൾ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് ഉദ്ദേശിച്ചാൽ അതോടെ ഉൾപ്പെടുന്നില്ല. അല്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ തറാവീഹ് അവിടുന്ന് ജമാഅത്തായി കണ്ടപ്പോൾ അത് എത്ര നല്ല ബിദ്അത്താണെന്ന് അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിൽ മാത്രമാണ്. കാരണം തറാവീഹ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നീട് അത് ഫർദാക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ അത് ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് പുതിയതായ കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായ ബിദ്അത്ത് മാത്രമാണ്, അതല്ലാതെ അത് ശർഇൻ്റെ ബിദ്അത്തല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീഅത്ത്, അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മാർഗം ഉദ്ദേശിക്കാതാണ്. നോക്കൂ, ഈ ഹദീസ് ഇത് ആമത്തുന്നാസ്, എല്ലാ ജനങ്ങൾക്കുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ ആദ്യം ഉൾപ്പെടുക ആരാണ്? ഇൽമു പഠിച്ചവരാണ്. ഇൽമു പഠിച്ചവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബോധ്യം വേണ്ടത്. ഇതെല്ലാ ജനങ്ങളും ഇങ്ങനെ, എല്ലാ ജനങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, എല്ലാ ബിദ്അത്തും ളലാലത്തും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതിൽ ആദ്യം ഉൾപ്പെടേണ്ടത് ആര് തന്നെയാണ്? ഇൽമു പഠിച്ച ആളുകൾ ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല. കാരണം അവർ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്, ഹദീസ് പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ലോകത്തെവിടെ ദീന് പഠിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ ചെയ്യുന്ന അമല്, ഞാൻ ചെയ്യുന്ന കാര്യം ഇത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ പഠിക്കുന്നത് ഒരു വേറെ വഴിക്ക്, അതാണ് പലപ്പോഴും സംഭവിക്കുക. പഠിക്കുന്നത് ഒരു വഴിക്ക് അവരങ്ങനെ പഠിക്കും, ആ പഠിച്ചതിൽ എവിടെയും ഇതൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇത് വേറൊരു റൂട്ടായിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. അവർ അമലും ഇൽമും തമ്മിൽ ബന്ധം ഉണ്ടാവുകയില്ല. അവർ പഠിച്ച കിതാബിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ഒക്കെ പല അമലുകളും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്ന ഖേദകരമായ കാര്യമാണ്. തബ്ലീഗ് ജമാഅത്തിൻ്റെയൊക്കെ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പലപ്പോഴും അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പലതും അറിയാം, ഇതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. പക്ഷേ അവരുടെ മസ്ലഹത്താണ്. എന്താണ്? അവർ നിൽക്കുന്ന മഹലിൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടെങ്കിൽ കൂട്ടപ്രാർത്ഥന നടത്തും. അവിടെ ഇന്ന് മൗലൂദ് ഉണ്ടെങ്കിൽ അതിൽ കൂടിയിരിക്കും, ഇന്ന് റാത്തീബ് ഉണ്ടെങ്കിൽ അതിൽ കൂടിയിരിക്കും. എന്തൊക്കെ ബിദ്അത്താണ്? നബിദിനം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർ പഠിച്ച കിതാബിൽ നബിദിനം ഇല്ല, അവർ ഓതിയ കിതാബിൽ എവിടെയും നബിദിനം ഇല്ല, അവർ ഓതിയ കണ്ട ഒരു ഹദീസിൽ നബിദിനത്തിൻ്റെ ഹദീസില്ല, അവർക്കറിയാം. പക്ഷേ ജീവിതത്തിൽ വരുന്ന സമയത്ത് ആ ബിദ്അത്തുകൾ ചെയ്യുന്നുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. വിദ്യാർത്ഥികളായ ആളുകളാണ്
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബിദഅത്തുകളിൽ നിന്നും ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിവില്ലാത്തവരാണ്, അവർ കിതാബ് കാണാത്തവരാണ്, അറബി ഭാഷ അറിയാത്തവരാണ്. ഹദീസിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവർക്ക് ഹദീസിൻ്റെ കിതാബ് നോക്കിയാൽ ഇത് ഹദീസിൻ്റെ കിതാബാണോ കഥ ബുക്കാണോ എന്നുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അറബിയിൽ കണ്ട മുഴുവൻ ദീനാണെന്ന് വിചാരിക്കുന്ന ആളുകളുമായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് അവരെക്കാളും കൂടുതൽ ബോധ്യമുള്ള ആളുകൾ ദീന് പഠിക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. പക്ഷെ പലപ്പോഴും അവരങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇമാം ബുഖാരി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു അസർ കൊടുത്തതായി കാണാൻ സാധിക്കും. ദീന് പഠിക്കുന്ന മുഴുവൻ ആളുകളോടുള്ളതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? യാ മഅ്ശറൽ ഖുറാ, ഓ ഖുറാകളെ. ഖുറാ എന്ന് സഹാബത്ത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമു പഠിക്കുന്ന ഉലമാക്കളും വിദ്യാർത്ഥികളെയുമാണ്. ഖുറാ, കാരികൾ, കാരി എന്ന് പറയുന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വ നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ സുന്നത്തിനനുസരിച്ച് നിലകൊള്ളണം. ഫൈനകും ഇൻ ഇസ്തഖംതും ഫുസ്തും ഫൗസൻ അളീമ, നിങ്ങൾ നേരെ നിലകൊണ്ടാൽ, സുന്നത്തിൻ്റെ മാർഗ്ഗത്തിൽ നിലകൊണ്ടാൽ നിങ്ങൾ മഹത്തായ വിജയമാണ് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുക. കാരണം നിങ്ങളെ കണ്ടിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ നന്നാകും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓഹരി ഇവർക്ക് ലഭിക്കും. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ കണ്ടിട്ട്, പണ്ഡിതന്മാരെ കണ്ടിട്ടാണ് ആളുകൾ പല നന്മകളും ചെയ്യുന്നത്. പല കാര്യങ്ങളും നന്മയാണെന്ന് മനസ്സിലാക്കുന്നത് അവരുടെ പ്രവർത്തനത്തിലൂടെയൊക്കെയാണ്. അപ്പം നിങ്ങളങ്ങനെ നിലകൊണ്ടാൽ നിങ്ങൾക്ക് മഹത്തായ വിജയം കിട്ടും. വ ഇൻ അഹദ്തും യുംനതൻ വയുസ്ര, നിങ്ങൾ വലത്തോ ഇടത്തോ തിരിഞ്ഞാൽ, കാരണം സിറാത്തുൽ മുസ്തഖീം നേരെയാണ്, ഒറ്റ വഴിയാണ്. നിങ്ങൾ വലത്തോ ഇടത്തോ തിരിഞ്ഞ് മാറിപ്പോയാൽ ഫഖദ് ളലൽതും ളലാലൻ മുബീന ഔ അളീമ, നിങ്ങൾ വ്യക്തമായ അല്ലെങ്കിൽ മഹത്തായ വഴികേടിലാണ് നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? നിങ്ങൾ വഴിവച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ ദാലായി വഴിവച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ മുതിലും കൂടിയാവും, മറ്റുള്ള ആൾക്കാരെ പഴപ്പിക്കുന്നവർ കൂടിയാവും. അല്ല, അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത്. ഇയാൾ വേറെ എവിടെയൊക്കെ പോയി 5 വർഷം പഠിച്ചിട്ടുണ്ട്, അസ്ഹർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി, മിസ്റിലൊക്കെ പോയി പഠിച്ചു വന്ന ആളല്ലേ, ഇയാൾക്ക് ഭാഷയിലൊക്കെ വലിയ കഴിവുണ്ട്, ഇയാൾ വലിയ പണ്ഡിതനാണ്. അപ്പം ഇയാളിങ്ങനെ അറിവില്ലാതെ അങ്ങനെ പറയുമോ? ഇയാൾ പറയുന്നത് പോലെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇയാൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് അതിനനുസരിച്ച് നീങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം ഇയാൾ പണ്ഡിതനാണ്, ഇയാൾക്ക് അറിവുള്ളവരാണ്, സാധാരണക്കാർക്ക് അറിവില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇയാൾ വലത്തോട്ടോ ഇടത്തോട്ടോ വഴിപഴച്ചു പോയാൽ ഇയാൾ വലിയ പിഴവിലാണ് ഉണ്ടാവുക. ഇയാൾ 4 മുതലുമായി തീരും. ജനങ്ങൾ വഴിപഴച്ചാൽ 4 മാത്രമേ ആവുള്ളൂ. ജനങ്ങളെ കണ്ടിട്ട് വേറെ ആരും ചെയ്യാൻ പോവില്ല, അത് സ്വന്തം വഴിപഴക്കും. ഇയാൾ വഴിപഴച്ചാൽ 4 സ്വന്തം വഴിപഴക്കും, മുതലാവും, മറ്റുള്ള ആൾക്കാരെ പഴപ്പിക്കുന്ന ആളായി തീരും. അപ്പോൾ വിദ്യാർത്ഥികളായ ആളുകൾ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽ അമലു ബിൽ ഇൽമ്, അത് നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ, ഈ പറയുന്ന ഇൽമിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും ലഭിക്കണമെങ്കിൽ ആ ഇൽമനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം. ആ അമൽ 2 രൂപത്തിലുണ്ട്. വാജിബായ അമലുണ്ട്, മുസ്തഹബായ അമലുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ ഇൽമും അതേപോലെ ചെയ്യൽ വാജിബില്ല. പഠിച്ച ഇൽമുകളിൽ നമുക്ക് വാജിബായത് ഏതാണ്? വാജിബായ കാര്യങ്ങളുടേതാണ്. നമ്മളൊരു വാജിബായ ഒരു കാര്യം പഠിച്ചു, അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുറ്റക്കാരാകും. കാരണം വാജിബായ ഇൽമു പഠിച്ചാൽ അത് അമലാക്കലും വാജിബാണ്. മുസ്തഹബായ ഇൽമു പഠിച്ചാൽ ആ പഠിക്കൽ മുസ്തഹബാണ്, അയാൾക്ക് അതിന് പ്രതിഫലമുണ്ട്. അയാൾ അതിന് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് കുറ്റമില്ല. അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് കുറ്റമില്ല. ഇപ്പോൾ ലുഹാനെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. ഖിയാമുൽ ലൈൽ ലുഹാക്ക് ഒരാൾ പഠിച്ചു, പഠിക്കുന്നതിൽ ഖൈറുണ്ട്, പക്ഷേ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല. കാരണം അത് വാജിബായ കാര്യമല്ല. പക്ഷേ ചെയ്താൽ മുസ്തഹബാണ്, അയാൾ ഇൽമു പഠിച്ചതിനും അമലാക്കിയതിനൊക്കെ പ്രതിഫലമുണ്ട്. ഇപ്പോൾ വാജിബായ കാര്യങ്ങൾ ചെയ്യൽ വാജിബാണ്, മുസ്തഹബായ കാര്യങ്ങൾ ചെയ്യൽ അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹമൊക്കെ ജാമിഉൽ ഉലൂം വൽ ഹിക്കമിൽ അദ്ദേഹത്തിൻ്റെ അൽ അർബഊന നവവിയക്കുള്ള ഷർഹാണ്, അതിലൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവർ വാജിബ് മുസ്തഹബും വേർതിരിക്കുന്നത് കാണാറില്ലായിരുന്നു എന്നാണ്. അവർക്ക് അങ്ങനെ വാജിബ് മുസ്തഹബ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇസ്തിലാഹുകൾ, സഹാബി ഇന്നത് വാജിബാണ് ഇന്നത് മുസ്തഹബാണ് എന്ന് പറയുന്നതൊന്നും കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ മക്രൂഹ് മുഹറം ഒഴിവാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ ഒഴിവാക്കൽ നിർബന്ധമായത് ഹറാം, കറാഹത്ത് എന്ന രൂപത്തിലും അങ്ങനെ വേർതിരിക്കുമായിരുന്നില്ല. ബൽ കാനു യദ്ഊന الناس ഇലാ ഫിഅലി മാ അമറ അല്ലാഹു വറസൂലു വമാ ജാഅത് الشരീഅത്തു ബി വയദ്ഊന الناس ഇലാ തർകി മാ നഹത് ശരീഅ അൻഹു മിൻ ഗൈരി തഫ്രീഖിൻ ബൈന മക്രൂഹിൻ വ മുഹറം. അവർ അള്ളാഹു കൽപ്പിച്ചോ അത് അതേപോലെ ചെയ്യുക, അള്ളാഹു വിലക്കിയോ അത് അതേപോലെ ഒഴിവാക്കുക. എന്നാൽ ഇന്ന് ആളുകൾ അള്ളാഹു കൽപ്പിച്ചത് വാജിബാണ് മുസ്തഹബാണെന്നൊക്കെ കുറേ പഠിക്കുക. എന്തിനാണ് പഠിക്കുന്നത്? അത് ഒഴിവാക്കാനാണ് പലപ്പോഴും. അല്ലെങ്കിൽ ചെയ്യുന്ന ഒരേപോലെ തന്നെയാണത്. ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ചെയ്യാം. പക്ഷേ അങ്ങനെ മുസ്തഹബാണെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അതേപോലെ ഒഴിവാക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കറാഹത്താണ്, ഹറാമാണെങ്കിൽ മാത്രം ഒഴിവാക്കുക, കറാഹത്താണ് ചെയ്യുക എന്നുള്ളത് സലഫുകൾ ചെയ്തിട്ടില്ല. മറിച്ച് ഒഴിവാക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവർ അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ഒഴിവാക്കുന്ന ആളുകൾ തന്നെയായിരുന്നു എന്നാണ്
മനസ്സിലാവുന്നത്. ഇവിടെ 2 തൻബീഹുകൾ കൂടി അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സുന്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, പല ആളുകളും ലാഹിറായിട്ടുള്ള സുന്നത്തുകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതായത് വസ്ത്രം, അതുപോലെ ലാഹിറായ ആളുകൾ കാണുന്ന നിസ്കാരം, നോമ്പ്, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാഹുൽ ഖൽബ്, നമ്മുടെ ഹൃദയം നന്നാക്കുക എന്നുള്ള കാര്യം. ഹൃദയം നന്നാക്കണം. കാരണം ഹൃദയം ആളുകൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഹൃദയത്തിലേക്കുള്ള നോട്ടം അത് അല്ലാഹു തആലക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ബാഹ്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്തത് നമുക്കാണത് അറിയുന്നത്. നമ്മുടെ അമലുകൾ ചെയ്യുന്ന സമയത്ത് ഖുശൂ ഇല്ലാതെ ഗഫ്ലത്തിലായി പോകുന്നത്, അശ്രദ്ധയിലായി പോകുന്നത് നമ്മളാണ് അറിയുന്നത്. അതിനെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് സുന്നത്തിനനുസരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത്, ഹൃദയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച് നമ്മുടെ ഹൃദയം അതുപോലെ ലാഹിറും ബാത്തിനും നന്നാക്കണം. നമ്മുടെ ശരീരം ലാഹിർ, ഖൽബ്, ബാത്തിൻ ഇത് രണ്ടും നമ്മൾ നന്നാക്കാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, ചില ആളുകൾ അവർ സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകളിലൊക്കെ ചിലപ്പം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ അവർ വളരെ പിന്നിലായിരിക്കും. എന്നിട്ട് അദ്ദേഹം കൊടുത്തു, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണത്. ഒരു അടിമയെ ഒരാൾ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ സഹായം അവനുണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ പലരും സ്വന്തം കയ്യിൽ നിന്നും പ്രയാസമില്ലാത്ത രൂപത്തിൽ ആയിട്ടുള്ള സുന്നത്തുകൾ മാത്രം എടുക്കും. എന്നാൽ സാമ്പത്തികമായി ചെലവഴിക്കുക അത് തീരെ ചെയ്യുകയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം കൊടുത്തു ഈ കാലഘട്ടത്തിൽ അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ബിൻ ബാസ് റഹിമഹുള്ളയുടെ ഉദാഹരണം. അദ്ദേഹം ഇത് രണ്ടും ഒരുമിപ്പിച്ച വളരെയധികം അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇബാദത്തുകളിൽ ഭയങ്കരമായ ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ്, നിസ്കാരമായിട്ടും നോമ്പായിട്ടും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി അദ്ദേഹം വളരെയധികം ചെലവഴിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സുന്നത്ത് നിസ്കാരം മാത്രമാണ് എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് ആളുകളെ സഹായിക്കാൻ പറ്റുന്ന, നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നാലാമത്തെ അതും ഹുസ്നുസ് സുആൽ. നമ്മൾ പഠിക്കുമ്പോൾ ഇൽമ് നമുക്ക് നന്നായി കിട്ടാൻ നല്ല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇമാം അസ്സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ഇൽമു ഖസാഇൻ വസ്സുആലു മഫാതീഹുഹു. ഇൽമ് എന്ന് പറയുന്നത് വലിയ നിധിയാണ്, അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ചോദ്യമാണ്. അപ്പം ആ നിധി നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ചോദ്യം എന്ന് പറയുന്നത് നല്ല ചോദ്യമായിരിക്കണം, നല്ല ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലെ, ചോദ്യം ചിലത് ബിദ്അത്തായ ചോദ്യങ്ങളുണ്ട്. ഏതുപോലെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഒരാൾ എങ്ങനെയാണ് ഇസ്തിവാ എന്ന് ചോദിച്ചു. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു തആല അർഷിൽ ഉപവിഷ്ടനാണ്, ഇസ്തിവാ ചെയ്യുന്നവനാണ് എന്ന് വെച്ചപ്പോൾ അതിന് കൈഫിയത്ത് അയാൾ ചോദിക്കുകയാണ്. മാലിക് അത് പറഞ്ഞു, അത് ബിദ്അത്താണ്, ചോദിച്ചത് ബിദ്അത്താണ്. ദേഷ്യം പിടിച്ച അയാളെ പുറത്താക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം സഹാബത്ത് ചോദിക്കാത്ത ഒരു കാര്യം, ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ കൈഫിയത്ത് ചോദിക്കുക, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുക, അത് സഹാബത്ത് ചോദിക്കാത്ത കാര്യമാണ്, അത് നമ്മൾ ചോദിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? അമലിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. അങ്ങനെയാണ്, അമലിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ എൻ്റെ വിശ്വാസപരമായി വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അമലുകളിൽ അത് നന്നാക്കാൻ. അതല്ലാത്ത ഒരു ആവശ്യമില്ലാതെ സാങ്കല്പികമായി ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ നടക്കുമോ, അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ നടക്കും, ഈ ചോദ്യമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ചോദ്യമല്ല. മറിച്ച് കഴിഞ്ഞുപോയ ഉമ്മത്ത് നശിപ്പിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞത് അത് കസ്റത്തു സുആലിഹിം, അവരുടെ കസ്റത്തു മസാഇലിഹിം, അവരുടെ അധികരിച്ച ചോദ്യങ്ങളായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറിച്ച് നമുക്ക് അമലിന് നന്നാകുന്ന രൂപത്തിൽ നമ്മൾ നല്ല ചോദ്യം ചോദിക്കണം. അത് പറയാൻ കാരണം പലരും എന്ത് ചെയ്യും, ലജ്ജ കാരണത്താൽ പലതും ചോദിക്കുകയില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് ഈ നിസ്സാരമായ ചോദ്യം ചോദിച്ചാൽ എന്താ ഇപ്പം എന്നെക്കുറിച്ച് വിചാരിക്കുക, ഇതുപോലും അറിയില്ലേ, അങ്ങനെ വിചാരിച്ചാൽ അവന് വലിയ അടിസ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇത് നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷെ അതവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടിസ്ഥാനങ്ങൾ, ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫായതയായിരിക്കും. പക്ഷേ ഇതൊരു നിസ്സാരമായ ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പണ്ഡിതനോട് ഞാൻ എങ്ങനെ ഇപ്പോൾ ചോദിക്കുക, അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും ധരിക്കുക എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ചോദിക്കാതിരിക്കും. അങ്ങനെ ഹയാ കാരണം, ലജ്ജ കാരണം ചോദിക്കാതിരിക്കരുത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നല്ല രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ആ ഇൽമ് നമ്മൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് അതിൻ്റെ ഒരു അദബായി പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം അൽ മുദാക്കറ, പഠിച്ച ഇൽമ് അത് പരസ്പരം ചർച്ച ചെയ്യണം. നമ്മളൊരു ക്ലാസ്സിൽ കേട്ട ഇൽമ്
അത് അങ്ങനെ തന്നെ പൂട്ടി വെച്ച് അങ്ങനെ പോയാൽ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒരു ക്ലാസ് കേട്ടോ അന്ന് എഴുതി വെച്ചു, അത് പൂട്ടി വെച്ചു, പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ക്ലാസ് കേട്ടോ അതും എഴുതി വെച്ചു പൂട്ടി വെച്ചു, ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഉപകരിക്കണമെങ്കിൽ അത് മുദാക്കറ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ ഇന്നത് കേട്ടു, ഇന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചു, അന്നൊരു കിതാബ് വന്നപ്പോൾ ഒരാൾ വന്നപ്പോൾ ഈ കിതാബിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇത് എഴുതി വെച്ച് ഇത് മുദാക്കറത്ത് ചെയ്യണം. അത് പറയുന്നതിൻ്റെ ത്വരീക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളുമായിട്ട് താൻ എഴുതാത്ത വല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ പരസ്പരം ചർച്ച ചെയ്തിട്ടൊക്കെ പഠിക്കണം. ഇതാണ് പഠിക്കുന്നതിൻ്റെ രീതി. അതല്ലാതെ ഒരു വയത് കേൾക്കുന്നത് പോലെ കേട്ടു പ്രസംഗിച്ചു കേട്ടു നമ്മളത് ഒഴിവാക്കി പോവുകയാണെങ്കിൽ അതിന് ത്വലബുൽ ഇൽം എന്ന് പറയുകയില്ല. അതൊരു മുഹാദറയിൽ ഒരു പ്രസംഗത്തിന് വന്നിരുന്നു, അങ്ങനെ മനസ്സിലാക്കി ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടാകാം, ശരിയാണ്. പക്ഷേ ത്വലബുൽ ഇൽം, നമ്മൾ ദീന് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എഴുതുകയും അത് മുദാക്കറത്ത് ചെയ്യണം. എഴുതിയാൽ മാത്രം പോരാ, മറിച്ച് ഒരിടവേളയിൽ നമ്മളത് പഠിച്ച കാര്യങ്ങളൊക്കെ പുതുക്കണം. അങ്ങനെ ആകുമ്പോഴേ അത് ഉപകരിക്കുകയുള്ളൂ എന്നാണ്. ആറാമത്തെ കാര്യം ഇൽഹാറു ഷഫഖത്തി വൽ ഹുബ്ബി ലിൽ മുഅല്ലിം വൽ ഹിർസു അലൽ ഇസ്തിഫാദത്തി മിൻ. പണ്ഡിതൻ, ഒരു ആലിമാണ്, നമ്മൾ മുന്നിൽ ഒരു പണ്ഡിതൻ നമുക്ക് ലഭിച്ചു എങ്കിൽ അദ്ദേഹത്തോട് അങ്ങേയറ്റം അനുകമ്പയോടുകൂടി നമ്മൾ പ്രകടിപ്പിക്കണം. അതുപോലെ ഇൽമ് തേടുന്നതിൽ നമ്മൾ നല്ല താല്പര്യവും കാണിക്കണം എന്നുള്ളതാണ്. അത് നല്ല മുആമലത്ത് നമ്മൾ പണ്ഡിതന്മാരോട് കാണിക്കണം. നമുക്കൊരു പണ്ഡിതനെ കിട്ടിയാൽ നല്ല രൂപത്തിൽ അദ്ദേഹത്തോട് പെരുമാറണം. കാരണം അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഇൽമ് നഷ്ടപ്പെടും. അബൂ സലമ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഹുരിംതു ഇൽമൻ കസീറൻ മിൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ലിസൂഇ മുആമലതി ഇയ്യാ. എനിക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നും ഒരുപാട് ഇൽമ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറിയതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ്. പ്രത്യേകിച്ചും ഇൽമിലൊക്കെ വലിയ പാണ്ഡിത്യമൊക്കെ ഉള്ള വലിയ കിബാറുകളായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ആണെങ്കിൽ അവരോട് അങ്ങേയറ്റം വിനയത്തോടു കൂടിയും അങ്ങേയറ്റം നല്ല സ്വഭാവത്തോടു കൂടിയും പെരുമാറണം. അതല്ല വളരെ മോശമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ അവരെല്ലാം പറഞ്ഞു തരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇൽമ ലഭിക്കാൻ അവരോട് അങ്ങേയറ്റം നല്ല സ്വഭാവത്തോടു കൂടി കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പല കാര്യങ്ങളും ഞാൻ അദബില്ലാതെ ചോദിച്ചു, അദബില്ലാതെ സംസാരിച്ചു, അതിൻ്റെ ഫലമായി അദ്ദേഹം പലതും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അതല്ലാത്ത വേറെ താലിബുകൾ, അവർ നല്ല അദബുള്ളവരാണെങ്കിൽ അവർക്ക് അതിനേക്കാളും കൂടുതൽ ഉപകാരം കിട്ടും. അപ്പോൾ ഒരു വിദ്യാർത്ഥി എത്രത്തോളം അദബുള്ളവനായി, എത്ര നല്ല സംസാരം അയാൾ സംസാരിച്ചു, അതിനനുസരിച്ച് അയാൾക്ക് കൂടുതൽ അറിവ് കിട്ടും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഏഴാമതായി അദ്ദേഹം പറഞ്ഞത് തർക്കുൽ ഹസദ്. ഇൽമു പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ അസൂയ ഒഴിവാക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, ഇൽമിൻ്റെ അവസരത്തിൽ പറയാൻ കാരണം മനുഷ്യൻ്റെ പൊതുവെയുള്ളൊരു സ്വഭാവത്തിൽ പെട്ടതാണ്, അവനെപ്പോഴും മറ്റുള്ളവരെക്കാളും ഉന്നതിയിലെത്താൻ, ഒന്ന് ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. കാരണം മനുഷ്യനെക്കുറിച്ച് അവൻ്റെ പ്രകൃതമായി അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു കാന വലൂമൻ ജഹൂല, അവന് അറിവുമില്ല, അക്രമിയുമാണ്. അറിവും വളരെ കുറവാണ്, അക്രമ സ്വഭാവമുള്ളവരുമാണ്. മറ്റുള്ളവൻ്റെ ഹക്ക് അത് കവർന്നെടുക്കാനൊക്കെ മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അവൻ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളും ഉയർന്നു നിൽക്കണമെന്നുള്ളൊരു താല്പര്യം എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ചും ഇൽമു പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് തന്നെക്കാളും ഇൽമു വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒരേ ദർജയിലായിരിക്കണം എന്നില്ല. നിനക്ക് മനസ്സിലാവാത്ത കാര്യം നിൻ്റെ തൊട്ടടുത്തിരുന്നാൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടാവും. നീ അത്ര കഷ്ടപ്പെട്ടപ്പോൾ അവൻ അതിനേക്കാൾ ലഭിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായും നമുക്കുള്ള വീഴ്ചകൾ, നമുക്ക് ഉള്ള കുറവുകൾ അസൂയയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. ഇത് മുഴുവൻ ജനങ്ങളോടും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പണ്ഡിതന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇൽമുള്ളവർ ഇൽമിൻ്റെ വിഷയത്തിലുണ്ടാകുന്ന അസൂയ എന്ന് പറയുന്നത് അത് യഹൂദികളുടെ സ്വഭാവമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് ചോദിച്ചു, യഹൂദികൾക്ക് അസൂയ കാരണമാണ് യഥാർത്ഥത്തിൽ അവർ ഹക്ക് സ്വീകരിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കബീലയിലേക്ക് വരും എന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷെ മക്കയിലേക്കാണ് വന്നത്. അവർക്ക് അത് സഹിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള അസൂയകളുണ്ടായി. അല്ലാഹു തആല ചോദിച്ചു, അം യഹ്സുദൂന അന്നാസ്, നിങ്ങൾ ജനങ്ങളോട് അസൂയ വെച്ച് പുലർത്തുകയാണ്. അലമ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിനെ തൊട്ട് നിങ്ങൾ അവരോട് അസൂയ വെച്ച് പുലർത്തുകയാണ്. ഫഖദ് ആതൈന ആല ഇബ്രാഹിം അൽ കിതാബ വൽ ഹിക്മ, ഇബ്രാഹിമിന് ഞാൻ കിതാബും ഹിക്മത്തും നൽകിയിട്ടുണ്ട്. വആതൈനാഹും മുൽക്കൻ അളീമ, മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്കത് നൽകും. അപ്പം അങ്ങനെ നൽകുന്ന സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ അസൂയ ഉണ്ടാകാൻ പാടില്ല.
കാരണം അങ്ങനെയുള്ള അസൂയ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അസൂയ എന്ന് പറയുന്നത് അമലുകളെ അത് കാർന്ന് തിന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമലുകൾ ഇല്ലാതാക്കി തീർക്കും. എന്നും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പകയായിരിക്കും. ഇവനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാമെന്നുള്ള ചിന്തയായിരിക്കും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, മാ മിൻ അഹദിൻ അഹബ്ബ റിആസ, ഏതെങ്കിലും ഒരു വ്യക്തി അവന് റിആസത്ത്, ഒരു നേതൃത്വം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഹസദ്, അവൻ അസൂയ കാണിക്കും. കാരണം നേതൃത്വം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ഒരു സമൂഹത്തിൽ ഒരാളെ നയിക്കുന്ന ഒരാളൊന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളായിരിക്കും. അപ്പോൾ അവൻ്റെ ആ റിയാസത്താണ് ഉദ്ദേശിക്കുന്നത്, നേതൃത്വം, ഞാനാണ് ഏറ്റവും മേലുള്ള ആളാവേണ്ടത് എന്നൊരാൾ ചിന്തിച്ചാൽ ഇല്ല ഹസദ്, അവൻ അസൂയ അപ്പോൾ വരും. വബഗ, അവനോട് ദുൽമ് കാണിക്കും. വതതബ്ബ ഉയൂബന്നാസ്, ജനങ്ങളുടെ കുറ്റങ്ങൾ പരതാൻ തുടങ്ങും. വക്കരിഹ അൻ യുദ്കർ അഹദുൻ ബി ഖൈർ, അവനെക്കുറിച്ച് വേറെ ആരെങ്കിലും ഖൈർ പറയുന്നവന് സഹിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവൻ്റെ കൂടെ പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇവനേക്കാളും ഉയർന്നു വന്നു, ഇവനാണെങ്കിൽ റിയാസത്ത് ഉദ്ദേശിക്കുന്നു, ഞാനാണ് മുകളിൽ വരേണ്ടത് എന്നുദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ അസൂയ ഉണ്ടാകും. അവനോട് അക്രമം കാണിക്കാൻ തുടങ്ങും. അവൻ്റെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കും. വതതബ്ബ യൂബന്നാസ്, അവൻ്റെ കുറ്റങ്ങൾ. വക്കരിഹ അൻ യുദ്കർ അഹദുൻ ബി ഖൈർ, അവനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഖൈർ പറയുന്നത് ഇവന് വെറുപ്പായിരിക്കും. അസൂയയുടെ ലക്ഷണം. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അപ്പം നമ്മളൊരു സഹോദരനെക്കുറിച്ച്, നമ്മൾ കൂടെയുള്ള ഒരാളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഖൈർ പറയുന്ന സമയത്ത് നമുക്ക് അതിലൊരു വെറുപ്പും ഉണ്ടാകാൻ പാടില്ല. കാരണം അവൻ്റെ ഉള്ള ഖൈറാണ് അവൻ പറയുന്നത്, അല്ലെ, അവനിലുള്ള ഖൈറാണ്. അപ്പം ഞാനെന്തിനാണ് അത് വെറുക്കുന്നത്? ഞാനത് വെറുക്കാൻ പാടില്ല. അത് നമുക്ക് ആളുകൾക്ക് കുറഞ്ഞ അല്ലെങ്കിൽ കൂടിയ അളവിൽ പലപ്പോഴും ഉണ്ടാവും. ഇത് പല രൂപത്തിലുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരാൾ പറയണം അവൻ ഭയങ്കര ബുദ്ധിമാനായ കച്ചവടക്കാരനാണ്. മറ്റവനെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അത് അവന് വെറുപ്പും അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏതൊരു മേഖല, ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരാൾ നന്നായി ജോലി ചെയ്യുന്നവനായിരിക്കും, ചിലപ്പോൾ അവനായിരിക്കും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുക. അപ്പോൾ മുസ്ലിമായ സഹോദരനാണ്, അവനോട് നമ്മൾ അസൂയ വെക്കാൻ പാടില്ല. അവനെക്കുറിച്ച് ആളുകൾ ഖൈർ പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടുത്തവൻ്റെ ലക്ഷ്യം ഇവനെക്കുറിച്ച് കുറ്റം പരതും. ഇവന് ഖൈർ പറയുന്നുണ്ട്, ഇവന് എവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആളുകൾക്കിടയിൽ അവനെക്കുറിച്ച് പ്രചരിപ്പിക്കുക, അവനോട് അസൂയ കാണിക്കുക, അവൻ്റെ മേൽ അക്രമം കാണിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അള്ളാഹു താല പറഞ്ഞൊരു ആയത്ത് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, തിൽക്കദ്ദാറുൽ ആഖിറ, അത് ആഖിറത്തുള്ള ഭവനമാണ്, സ്വർഗ്ഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നജ്അലുഹാ ലില്ലദീന ലാ യുരീദുന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ സ്വർഗീയ ഭവനം അള്ളാഹു താല ഒരുക്കിയിട്ടുള്ളത് ആർക്കാണ്? ലാ യുരീദുന ഉലുവൻ ഫിൽ അർള്, ഭൂമിയിൽ ഔന്നത്യം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക്, വലാ ഫസാദ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത ആളുകൾക്ക്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം എന്നാണ്. ഈ ആയത്തിനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മഹത്തായ ഇസ്തിംബാത്ത് കാണണം. അതിൽ നിന്നും അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ കാരണം അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾ 4 തരത്തിലാണ് ലോകത്തുണ്ടാവുക. മനുഷ്യന്മാർ 4 തരത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ യുരീദുന ഉലുവൻ ഫിൽ അർളി വ ഫസാദ, ഭൂമിയിൽ ഔന്നത്യം അവർ ആഗ്രഹിക്കും, കുഴപ്പമുണ്ടാക്കും. ആരാണിത് പൊതുവേ ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത്, വാഹാദ യക്സുറു ഫിൽ മുലൂക്കി വസ്സലാത്തീൻ, ഇത് അധികം ഉണ്ടാവുക ഭരണാധികാരികൾക്കും അങ്ങനെയുള്ള ഭരിക്കുന്ന ആളുകൾക്കാണ്. അവർക്ക് മേലെ വരണം, നേതൃത്വത്തിൽ വരണം, ഉലുവ ആഗ്രഹിക്കും, അതുപോലെ കുഴപ്പമുണ്ടാക്കും. ഇത് കഴിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്കുള്ള ഭരണം നമുക്കറിയുന്ന കാര്യമാണ്. അത്രയും കുഴപ്പം പിടിച്ച് ഭരണം. ഒരുപക്ഷെ നമുക്ക് ഫസാദ് ഇന്നത്തെ പല ഭരണാധികാരികളിൽ നമ്മൾ കാണാത്തത് കൊണ്ട് നമുക്കൊരു തസവൂർ കിട്ടുകയില്ല. പക്ഷേ അന്നൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ കുഴപ്പമുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ജനങ്ങളെ കവർന്നെടുക്കുക, ജനങ്ങൾ ആക്രമിക്കുക, അവരുടെ ഭരണീയരെ ഉപദ്രവിക്കുക, ഇതൊക്കെ പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ ഔന്നിത്യവും അതുപോലെ ഫസാദ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കുഫാറുകൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവർക്ക് ഭരണത്തിനും ഭരണം, ആളുകൾ കുഴപ്പമുണ്ടാക്കും. ഇത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളാണ്. അതായത് ഉലുവും ഫസാദും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന, ഔന്നിത്യവും കുഴപ്പവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം യുരീദുന ഫസാദൻ വല യുരീദുൻ ഉലുവ, കുഴപ്പം അവർ ഉണ്ടാക്കും പക്ഷേ ഔന്നിത്യമൊന്നും വേണ്ട. ഇതാരാണ്? വഹാദ യക്സുറുഫി കുത്താ തുർക്കി വാഹുലു സരിഖത്തി ഉഗൈരിഹിം, മോഷ്ടാക്കൾ, കള്ളന്മാരൊക്കെ ഉണ്ടാവും. ഇവർക്ക് നേതൃത്വത്തിലൊന്നും വരണ്ടല്ലോ, ഇവർ കുഴപ്പമുണ്ടാക്കും, ഇവർക്ക് വേണ്ട പിടിച്ചുപറി, ഇങ്ങനെയുള്ള ആളുകൾ ആലോചിച്ചാൽ മതി. ഇവരാരും മേലെ വരാൻ ആഗ്രഹിക്കില്ല, ഇവരാരും അറിയപ്പെടാതെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഇങ്ങനെയുള്ള ആൾക്കാർ ഭൂമിയിലുണ്ട്. മൂന്നാമത്തെ വിഭാഗം യുരീദുന ഉലുവൻ ഫില്ലർ വല യുരീദുന ഫസാദ, ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. അവർ ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കും, കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ചില വിദ്യാർത്ഥികളൊക്കെ പോലെയുള്ള ആളുകൾ, വിദ്യാർത്ഥികളൊന്നും ആരെയും കുഴപ്പത്തിലൊന്നും പ്രശ്നത്തിനൊന്നും അടിപിടിക്കും പിടിച്ചു പറിക്കാനൊന്നും പോകില്ല. പക്ഷെ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഉലുവാണ്. ജനങ്ങളെക്കാളും ഉയർന്നുണ്ടാകണം, ആളുകളൊക്കെ എന്നെ പുകഴ്ത്തണം, എൻ്റെ വാക്കായിരിക്കണം അവസാന വാക്ക്, ഞാൻ പറഞ്ഞതിനനുസരിച്ച് ആളുകൾ ഉണ്ടാകണം. ഇപ്പം മുൻകാലത്തൊക്കെ ഓരോ മദ്ഹബുകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെതിരായി വേറൊരാളും പോകാൻ പാടില്ല. ഈ രൂപത്തിലുള്ള ചിന്തകൾ ഇവർക്ക് ഉലുവുണ്ട്. ഫസാദൊന്നും ആഗ്രഹിക്കില്ല, പക്ഷെ ഉലുവുണ്ട്.
ഇവരും അള്ളാഹു താല ഒരുക്കിയ സ്വർഗത്തിലേക്കുള്ള ആളുകളല്ല. നാലാമത്തെ വിഭാഗം ലാ യുരീദു ഉലുവൻ ഫിൽ അർളി വലാ യുരീദുന ഫസാദ. ഇതാണ് ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞത്. അവർ ഔന്നത്യവും ആഗ്രഹിക്കുകയില്ല, ഫസാദും ഉണ്ടാക്കുകയില്ല. അവരാണ് മുത്തഖീങ്ങൾ. വലാഖിബത്തു ലിൽ മുത്തഖീൻ എന്നീ ആയത്തിൻ്റെ അവസാനം പറഞ്ഞത് അത്തരത്തിലുള്ള ഭൂമിയിൽ ഉലുവോ ഫസാദോ ആഗ്രഹിക്കാത്ത ആളുകളാണ് എന്നാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ബിദായത്തു തലബിൽ നമുക്ക് ഉണ്ടാവില്ല, പഠിക്കുന്നതിന് തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങി കുറച്ചെത്തുമ്പോൾ ചില ആളുകൾക്ക് നന്നായി പഠിക്കാൻ പറ്റി, ചില ആളുകൾക്ക് നന്നായി സ്ഥാനങ്ങൾ കിട്ടി. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അവരോടുള്ള അസൂയ, അവരെക്കുറിച്ച് മോശം പറയുക, അവരെങ്ങനെയെങ്കിലുമൊക്കെ താഴെയാക്കാൻ നോക്കുക. ഇത് ഹുബ്ബുർ റിആസ, നേതൃത്വത്തെ കുറിച്ചിട്ടുള്ള ചിന്തയാണ്. ഇത് പാടില്ല. ഇനി അവസാനത്തെ അദബ്, 8ാമത്തെ അദബ് അദ്ദേഹം പറഞ്ഞത് ഇക്സാറുദ്ദുആ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ത്വലബുൽ ഇൽമിന് നമുക്ക് സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്രയും നമ്മൾ ദുആ ചെയ്യുക. അതായത് എനിക്ക് ചെറിയൊരു കാര്യം പഠിക്കണം, ഒരു ബാബ് പഠിക്കണം എന്ന ആഗ്രഹമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുബാറക്കീനായ ബറക്കത്തുള്ള മുജ്തഹിദുകളായ വലിയ പണ്ഡിതന്മാരാക്കണം എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സബബുകൾ ചെയ്യണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നന്നായി ദുആ ചെയ്യണം. കാരണം നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനും ഇടയിൽ തടസ്സമായിട്ടുള്ളത് അദ്ദുആ ഉൽ മുസ്തജാബ, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ മാത്രമാണ്. അല്ലാഹു തആല സ്വീകരിക്കപ്പെട്ടോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത് ലഭിക്കുന്നതാണ്. അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിനെ കുറിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചിലത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യമാണ് അത്. വഖൂർ റബ്ബി സിദ്നി ഇൽമ, ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹു ഖുർആനിൽ ഇതല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ അമൽ മുതഖബ്ബൽ രാവിലെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. ഇത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വനഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ തേടണം. അപ്പോൾ ഇങ്ങനെ ഇൽമ നമുക്ക് വർദ്ധിച്ച് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വലിയ വലിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെക്കുറിച്ച് പറയപ്പെടുന്നത്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെക്കുറിച്ച് പറയപ്പെടുന്നത്, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നത്, ഇവരൊക്കെ വലിയ അയിമ്മത്തുകളായി മാറി. ലോകം നോക്കുന്ന അയിമ്മത്തുകളായി അവർക്ക് മാറാൻ സാധിച്ചു. ഇവർ അത്രയും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സുജൂദിലും അതല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും മസല മനസ്സിലാകാതിരുന്നാൽ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുമായിരുന്നു എന്ന് ഇബ്നു തൈമിയ്യയെക്കുറിച്ച്, ഇബ്നുൽ ഖയ്യിം, അതുപോലെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ചരിത്രം കാണാൻ സാധിക്കും. അദ്ദേഹം ഈ വലിയ ദഅവത്ത് ആരംഭിക്കുന്ന സമയത്ത് സൗദിയിൽ അദ്ദേഹം ഈ ദഅവത്ത് ആരംഭിക്കുന്നതിന് മുമ്പായി അദ്ദേഹം കാബയിൽ പോയിരുന്നു എന്നാണ്. മുൽത്തസം എന്ന് പറഞ്ഞാൽ കാബയുടെ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. അവിടെ വെച്ച് ദുആ ചെയ്യുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ഒരാൾക്ക് അയാളുടെ നെഞ്ച് അവിടെ മുട്ടിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും തിരക്കായതിന് പ്രയാസമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി നിന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ദഅവത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ലോകം മുഴുവൻ ഷിർക്കിലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനാൽ ആ ഷിർക്കിനെതിരെ പോരാടുകയും ഈ ഒരു നാട് മാത്രമല്ല നമ്മുടെ നാട് ഉൾപ്പെടെ ലോകത്തുള്ള വിവിധ നാടുകൾ ഉൾപ്പെടെ ഷിർക്കിൽ ആണ്ട് കഴിഞ്ഞിരുന്ന വിവിധ നാടുകളിൽ സുന്നത്തിൻ്റെ തൗഹീദിൻ്റെ പ്രകാശം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദുആയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ എന്ത് കാര്യമാകട്ടെ അത് നമ്മൾ ദുആ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് അദ്ദേഹം ആദാബു ത്വാലിബുൽ ഇൽമിന് ഉണ്ടാകേണ്ട മര്യാദകളായി കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം ഈ കിതാബിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കിതാബുകൾ, അതിൻ്റെ രീതി എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോന്നും നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും ഈ പറയുന്ന അദബുകൾ പാലിക്കാനും ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകാനും ഇത് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.